നമസ്കാരം. IFBHന്റെ 1906 ദിന വെബിനാറിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെബിനാറിന്റെ ആദ്യ ഭാഗമായി 1 മിനിറ്റ് മൗനം പ്രാർത്ഥനയാണ്. നന്ദി. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന നമ്മുടെ ഈ സംഘടന തുടങ്ങിയ കാലം മുതൽ തന്നെ ഇടതടവില്ലാതെയാണ് നാം ഈ പ്രോഗ്രാം നടത്തി വരുന്നത്. നമുക്ക് 3 സെഷനുകളാണുള്ളത്. 3 സെഷനുകളും നമ്മൾ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും സൂമിന് ഇതുവരെ ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. പലപ്പോഴും നമ്മളെ ഹൈജാക്ക് ചെയ്യാൻ പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ പരിപാടി നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതിലുള്ള പാർട്ടിസിപ്പൻസിൻ്റെ എല്ലാവരുടെയും പ്രയോറിറ്റി ഹോമിയോപ്പതി തന്നെ ആയതുകൊണ്ട് നമ്മളിവിടെ ഹോമിയോപ്പതി വിദ്യാർത്ഥികളും ഹോമിയോപ്പതി സ്നേഹികളും അതുപോലെ ഹോമിയോപ്പതി ഡോക്ടർമാരും ഉണ്ട്. എല്ലാവരുടെയും ഉദ്ദേശം ഹോമിയോപ്പതി ലോകമാകെ പ്രചരിപ്പിക്കുകയും എല്ലാ വീടുകളിലും ഹോമിയോപ്പതി എത്തിക്കുകയും കൂടിയാണ്. അതിൻ്റെ ഭാഗമായി നാം നടത്തി വരുന്ന ഈ വെബിനാറുകളിൽ സമൂഹത്തിൻ്റെ നാനാ തലങ്ങളിലും തുറകളിലും ഉള്ള ആൾക്കാർ വരാറുണ്ട്. ഹോമിയോപ്പതി സ്നേഹികൾ അവതരിപ്പിച്ച പല പ്രസൻറ്റേഷനുകളുണ്ട്, ഡോക്ടർമാർ അവതരിപ്പിച്ചതുണ്ട്, വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ 2000 ദിനത്തിന് ഇനി വെറും 94 ദിനങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഈ വേദിയിൽ പങ്കെടുക്കുമ്പോൾ IFBH അന്നന്ന് പുറത്തിറക്കുന്ന വീഡിയോസ് എല്ലാ ആൾക്കാരിലും എത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ IFBHന്റെ നടത്തിപ്പിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സഹായങ്ങളും എല്ലാവരും ചെയ്യണം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ അതിഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ മഷൂദ് ആണ്. അദ്ദേഹം BHMS കഴിഞ്ഞിട്ട് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ കരസ്ഥമാക്കിയ ഡോക്ടറാണ്. അതുപോലെ തന്നെ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസറാണ്. ആയുഷ് ഹോമിയോപ്പതി വകുപ്പിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. 30 വർഷത്തിലധികം ചികിത്സാ അനുഭവങ്ങളുള്ള വ്യക്തിത്വമാണ്. എന്നുകൂടാതെ അദ്ദേഹം 2 പുസ്തകങ്ങളുടെ രചയിതാവാണ്. അൺവീൽ മൈക്രോ സീക്രട്ട് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ് എന്ന പുസ്തകവും രണ്ടാമത്തേത് മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ. ഈ 2 പുസ്തകങ്ങളും വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള 2 പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന് കൃഷിയും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ വളരെ നല്ല രീതിയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രസൻറ്റേഷനുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇന്ന് അദ്ദേഹം ഷൂസ്റ്ററുടെ ടിഷ്യൂ ലവണങ്ങളുടെ ചില ശരീരശാസ്ത്ര മാനസിക പ്രവർത്തനങ്ങൾ കുറിച്ചുള്ള 3-ാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. ഈ 2 ഭാഗങ്ങൾ അവതരിപ്പിച്ചിട്ടും അത് എങ്ങും എത്തിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനിയും ധാരാളം അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അപ്പം തീർച്ചയായും മഷൂദ് ഡോക്ടറെ ഈ വേദിയിലോട്ട് നാം സ്വാഗതം ചെയ്യുകയാണ്. സാർ കോഹോസ്റ്റ് ആണ്. അൺമ്യൂട്ട് ചെയ്യാം സാറേ, വീഡിയോ ഓൺ ആക്കിയിട്ട്. ആണ് കോഹോസ്റ്റ് അല്ല. ആണല്ലോ സാർ, ഇപ്പൊ കോഹോസ്റ്റ് ആണ്. ഒന്ന് ഷെയറിംഗ് ഓപ്ഷനും കാണുന്നില്ല. ഇപ്പൊ ഉണ്ടല്ലോ. അല്ലാന്ന് തോന്നുന്നു. ആണ് ഷെയർ ചെയ്തോളൂ. ഞാൻ ഷെയറിങ്ങിന്റെ ഒന്ന് എടുത്തോട്ടെ. ചെയ്തോ, പതുക്കെ മതി, തിരുത്തി വേണ്ട. ഷെയർ ചെയ്യാൻ തുടങ്ങിയോ? വരുന്നുള്ളൂ ഡോക്ടറെ.
ഈ ഷെയറിങ്ങിന്റെ ഓപ്ഷൻ ഫൈസാനെ എന്തോ നടുക്ക് ആ ഗ്രീൻ കാണുന്നില്ലേ? അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ? ഷെയർ കിട്ടുന്നുണ്ട് ഡോക്ടറെ, ഷെയർ വരുന്നില്ല. മോനുണ്ടോ? ഫൈസാൻ, ഇത് ഷെയറിന്റെ വന്നപ്പോ വേണ്ട ഇത് പോയല്ല. നമ്മുടെ ഇതിപ്പോ എവിടെ വന്ന് കിടക്കണമെന്ന് അറിയാൻ വയ്യ. ക്ലാസ് ഉണ്ട്, പക്ഷേ ഷെയർ തന്നു, ഇത് വന്നില്ലല്ലോ. ഷെയർ മുകളിൽ വന്നില്ല. ഇതാണ് ഷെയർ ഇട്ട് ഷെയറിന് ഇതൊക്കെ ഓർത്താക്കി ഇത് പോട്ടെ. ഇത് എടുത്തുക. ഷെയറിന്റെ ഞാൻ ഷെയർ ചെയ്തു. ഇതാണ് ഷെയർ ചെയ്യുന്നത്. നമ്പർ 10. ഇവിടെ ഉണ്ട്, ഒന്ന് ഡോണാക്കാം. ഇത് ഷെയറിനെ ഇത് ഷെയർ ചെയ്യും. എടുക്കണം. എടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഈ ഷെയർ ഇത് ഷെയർ ചെയ്യണം. ഈ സാധനം വന്നോ? ഷെയർ കൊടുത്തിട്ട് ചെയ്യാതെ ഷെയർ ഇവിടെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തു. മറ്റേ ഷെയർ കമ്പ്യൂട്ടറിലെടുത്ത് ക്ലിക്ക് ചെയ്താ വരുന്നുണ്ട്, പക്ഷെ ക്ലിയറായി പൂർണ്ണമായിട്ടും വന്നില്ല. വരുന്നുണ്ട്. ക്ലിക്ക് ചെയ്യണം. അല്ല, അത് വീക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അല്ലേ വരുന്നു ഡോക്ടറെ. അത് ക്ലിയർ അല്ലെന്നേ ഉള്ളൂ. ഇത് തുടങ്ങാം. ആ, ഷെയർ തുടങ്ങിക്കോളൂ. വരണേ. ക്ലാസ് ഹലോ. ISPHന്റെ ബഹുമാന്യരായ സന്നിഹിതരായ എല്ലാവർക്കും നമസ്കാരം. ഞാനിത് മൂന്നാമത്തെ ശരീരശാസ്ത്രപരവും രാസികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മാത്രം കുറച്ച് ഉദ്ദേശിച്ചുകൊണ്ടാണ്. നമ്മുടെ ഈ ക്ലിനിക്കൽ സിംറ്റംസോ അതേപോലുള്ള സിംറ്റംസ് പൊതുവെ ഇതിനകത്ത് കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ നമുക്ക് കൽക്കേറിയ ഫോസ്, കൽക്കേറിയ ഫ്ലൂറ്, കാലിമൂറ്, കാലിഫോസ്, കാലിസൾഫ്, മാഗ്ഫോസ്, നാട്രം മ്യൂറ്, ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് നാട്രം ഫോസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം.
അത് ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. പവർ പോയിന്റ് ആ 2020. ഇപ്പോൾ പൊതുവെ നാട്രംബോസിന്റെ സോഡി ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ സോഡ ഫോസ്ഫേറ്റ് എന്നാണ് നമ്മുടെ സോഡി ഫോസ്ഫാസ്, സോഡ ഫോസ്ഫാസ്, ഫോസ്ഫാസ് നാട്രിക്കസ്, നാട്രി ഫോസ്ഫാസ്, ഫോസ്ഫേറ്റ് ഓഫ് സോഡ, ഇതെല്ലാം ഇതിന്റെ പേരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫോർമുല എന്ന് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല, പക്ഷെ അത് വളരെ പ്രധാനമാണ്. കാരണം Na2HPO4 12H2O ആണ് നാട്രിയം ഫോസിന്റെ മോളിക്കുലർ ഫോർമുല. ഇതിലെ 2 ഫോസ്ഫറസ്, 2 സോഡിയം, അതുപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് റാഡിക്കലും, പിന്നെ ഹൈഡ്രജൻ തന്നെ വാട്ടറിന്റെ 12 മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളതാണ്. നല്ല വണ്ണം വാട്ടറി ആയിട്ടുള്ള ഒരു സാൾട്ടാണ്. എന്നാൽ ഇപ്പൊ സോഡിയം ഫോസ്ഫേറ്റ് കാണാം നിങ്ങൾക്ക്, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്പാരന്റ് മോണോക്ലിനിക് പ്രിസം ആയിട്ട് കാണപ്പെടുന്ന ഒരു സാൾട്ടാണിത്. അപ്പൊ ഈ ലവണത്തിന്റെ പ്രത്യേകത ക്രിസ്റ്റലൈൻ ആണ്. ഇതിന് 12 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഉണ്ട്. മൈൽഡ് കൂളിംഗ്, ഒരു സലൈൻ ടേസ്റ്റ് ഉണ്ട്. വാട്ടറിൽ സൊല്യൂബിൾ ആണ്. ആൽക്കഹോളിലും നമ്മുടെ മറ്റ് സാൾട്ട്സ് എല്ലാം പൊതുവെ ലവണങ്ങളെ ടിഷ്യൂ സാൾട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ടിഷ്യൂ ലവണങ്ങളെല്ലാം തന്നെ മിക്കവാറും ഈ ആൽക്കഹോളിൽ ഇൻസൊല്യൂബിൾ ആണെന്നുള്ള കാര്യം ഓർക്കണം. നമ്മുടെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഇൻസൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ ഈ സാൾട്ടിന്റെ ആ ഒരു സ്റ്റേറ്റ് ഇൻ ദി സൊല്യൂഷൻസ് ആസ് വെൽ ആസ് ഈ പൗഡറിൽ അതിന്റെ നിലനിൽപ്പിന് ഈ വാട്ടർ മോളിക്യൂളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിലെ സ്പിരിറ്റുമായിട്ട് ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോളിന് ഇൻസൊല്യൂബിൾ ആണ്. സൊല്യൂഷൻസ് ആർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആൽസോ. ബ്ലഡില് 0.3 to 0.5 ഈസ് ടു 1000 ബ്ലഡ്, 1000 പാർട്ട് ഓഫ് ബ്ലഡില് 0.3 to 0.5 പാർട്ട് ഈ നാട്രം ഫോസ് അഥവാ സോഡിയം ഫോസ്ഫേറ്റ് ആണ്. മസിൽസില്, നെർവ്സില്, ബ്രെയിൻ സെൽസ്, ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡ്സ്, ഇതിലെല്ലാം തന്നെ ആണ് ഈ നാട്രം ഫോസ് ഉള്ളതാണ്. ഇപ്പൊ നെർവ്സില് ഉണ്ട്, ബ്രെയിൻ സെൽസിൽ കാണപ്പെടുന്നു, ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിലും ഉണ്ട്. സോഡിയം സാൾട്ട്സ് എല്ലാം ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിൽ ഉണ്ട്. ഇതിന്റെ പ്രസൻസ് ഈ സാൾട്ടിന്റെ യഥാർത്ഥത്തില് ഇതിന്റെ പ്രസൻസ് ദീസ് ലാക്റ്റിക് ആസിഡ് ഈസ് ഡീകമ്പോസ്ഡ് ഇൻടു കാർബോണിക് ആസിഡ് ആൻഡ് വാട്ടർ ത്രൂ ദ പ്രസൻസ് ഓഫ് ദിസ് സാൾട്ട്. അതായത് ഈ സാൾട്ടിന്റെ പ്രധാന ഫംഗ്ഷൻ ആദ്യമേ തന്നെ പറയുകയാണ്, ലാക്റ്റിക് ആസിഡ് ആണ് ഡീകമ്പോസ് ചെയ്ത് കാർബോണിക് ആസിഡും വാട്ടറുമായിട്ട് മാറ്റുന്നു. ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ബൈ പ്രോഡക്റ്റ് ഓഫ് മസിൽ ഫംഗ്ഷൻ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന പാലിൽ നിന്നും അല്ലാതെ തന്നെ ഈ മെറ്റബോളിസം വഴി ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു ഫംഗ്ഷൻ പറയുന്നത്, ഇറ്റ് അബ്സോർബ്സ് ദ കാർബോണിക് ആസിഡ് ടേക്കിംഗ് അപ്പ് 2 മോളിക്യൂൾസ് ഓഫ് ഇറ്റ്സെൽഫ്. 2 മോളിക്യൂൾസ് കാർബോണിക് ആസിഡ് ശ്വാസകോശത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാർബോണിക് ആസിഡിനെ ഈ നാട്രം ഫോസ് അബ്സോർബ് ചെയ്യുകയും അങ്ങനെ എയറിൽ കാർബോണിക് ആസിഡ് ഫ്രീ ആവുകയും ഓക്സിജൻ പിന്നീട് റെസ്പിറേറ്ററി ആയിട്ട് ബ്ലഡ് കോർപ്പസൽസിന് ഉപയോഗിക്കാൻ പ്രദമാവുകയും ചെയ്യുന്നു. റെസ്പിറേഷനിൽ യഥാർത്ഥത്തിൽ ഇതിങ്ങനെയാണ് ഈ നാട്രം ഫോസ് പ്രവർത്തിക്കുന്നത്. അതായത് 2 മോളിക്യൂൾസ് വെച്ച് കാർബോണിക് ആസിഡിനെ നാട്രം ഫോസ് അബ്സോർബ് ചെയ്യുകയും എന്നിട്ട് ഈ ഓക്സിജൻ ഓഫ് ദ എയർ സെറ്റ്സ് ദ കാർബോണിക് ആസിഡ് ഫ്രീ. കാർബോണിക് ആസിഡിൽ നിന്ന് ഓക്സിജൻ ഫ്രീ ആയിട്ട് വരികയും ഈ ഫ്രീ ആവുന്ന ഓക്സിജൻ ബ്ലഡ് കോർപ്പസൽസ് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു സെൽ റെസ്പിറേഷന് നടക്കുന്ന ഒരു കാര്യമാണ്. സെൽ റെസ്പിറേഷന് ഈ നാട്രം ഫോസ് എങ്ങനെ പ്രവർത്തിക്കുന്നു. എക്സസ് ഓഫ് ലാക്റ്റിക് ആസിഡ് വരുന്ന കംപ്ലയിൻസിൽ നമുക്ക് ഈ നാട്രം ഫോസ് റെമഡി ആയിട്ട് വരുന്നുണ്ട്. എക്സസ് ഓഫ് ലാക്റ്റിക് ആസിഡ്. എങ്ങനെയാണ് എക്സസ് ഓഫ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്? പാലിന്റെ ആസിഡിറ്റി അല്ലെങ്കിൽ മെറ്റബോളിസത്തിൽ നിന്നാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ എക്സസ് അധികമായിട്ട് ഇൻഡൈജസ്റ്റോ അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള മറ്റ് മെറ്റബോളിസം മതിയോ ബ്ലഡിൽ ലാക്റ്റിക് ആസിഡ് കൂടുമ്പോൾ നാട്രം ഫോസിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഒരു ടിഷ്യൂ സാൾട്സിനെ സംബന്ധിച്ച് നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സാൾട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓരോ സെൽസിനും ഓരോ ടിഷ്യൂസിനും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അവയെ ടിഷ്യൂ ലവണങ്ങൾ അല്ലെങ്കിൽ കലകളിലെ ലവണങ്ങൾ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഓരോ കലയിലും ഇപ്പൊ ലങ്സിൽ, ലിവറിലും ഒക്കെ ഓരോ പ്രത്യേകമായിട്ട് ഓരോ ടിഷ്യൂ ലവണങ്ങളുണ്ട്, നമുക്കറിയാം.
നമുക്ക് ഹോമിയോപ്പതിക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് ഈ രീതിയിലുള്ള ലവണങ്ങളുടെ സ്റ്റഡി, ഷിഷ്യൂസിലൂടെ ലവണങ്ങളുടെ സ്റ്റഡി ചെയ്ത് വരുന്ന. മറ്റ് മെഡിക്കൽസിലൊന്നും തന്നെ മറ്റൊരു ശാസ്ത്രവും ശരിക്കും ഈ സാൾട്സ് ഇങ്ങനെ പ്രയോഗിക്കുന്നില്ല, പഠിക്കുന്നില്ല. പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ നമ്മുടെ ഈ ഫിസിയോളജിക്കൽ ആക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഓരോ കലകളിലും അവയുടെ പ്രത്യേകമായ സ്ഥാനങ്ങളിൽ ശരിക്കും പ്രത്യേക രൂപം, പ്രത്യേകമായിട്ട് തന്നെ ഓരോ സ്പോട്ടിലും അത് എവിടെയാണോ അവിടെ ഉള്ള ഈക്വാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വേണമെന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണോ ഇത് പ്രസന്റ് അവിടെ അതിന്റെ ഈക്വാലിറ്റി കീപ്പ് ചെയ്ത് തന്നെ പോകണം എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും അവിടെ ഈക്വാലിറ്റി കീപ്പ് ചെയ്യാതെ വരുമ്പോൾ അതിന്റെ മോളിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ മോളിക്യൂൾസ്, മോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവയുടെ എണ്ണമാകാം, അല്ലെങ്കിൽ അവയുടെ ഡെഫിഷ്യൻസി, അവയുടെ എക്സ്ട്രാ എണ്ണമാകാം, അതായത് എഫിഷ്യൻസി, അതായത് കൂടിപ്പോവുക. ഈ രണ്ട് രീതിയിലായിരുന്നാലും മോളിക്കുലർ ഡിസ്റ്റർബൻസ് വരുന്ന ഭാഗങ്ങളിൽ, ടിഷ്യൂസിൽ ഇതിന്റെ പ്രഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് മൈക്രോ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വഴി ക്ലിയർ ചെയ്യാവുന്നതുമാണ്. ഇവ ഡെപ്പോസിറ്റ് ആകുന്നതിന് കാരണവും ഇത്തരത്തിലുള്ള മോളിക്കുലർ ചേഞ്ചസ് ആണ് എന്നാണ് ഷൂസ്ലറുടെ പ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തം. ടിഷ്യൂ സാൾസിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. ഇനി എന്താണ് നമുക്ക് ഇത് ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷനാണ് പറയുന്നത് ബൈൽ എന്ന് പറയുന്നത് അറിയാലോ. ലിവറിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബൈലിനെ ഇൻസിപ്പിസേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് നാട്രംബോസ് ആണ് ശരിക്കും ബൈലിനെ വിസ്കോസിറ്റി കൂട്ടുകയാണ്. ഇൻസിപ്പിസേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ചെയ്യുന്ന മീനിങ് ബൈലിന്റെ വിസ്കോസിറ്റി കൂട്ടുകയാണ്. ഇപ്പൊ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ മണ്ണെണ്ണ വിസ്കോസിറ്റി കുറഞ്ഞ ഒരു ഫ്ലൂയിഡാണ്. ഈ വെളിച്ചെണ്ണ എന്നാൽ നമ്മുടെ തേങ്ങാട്ടി എണ്ണ, കോക്കനട്ട് ഓയിൽ ശരിക്കും വിസ്കോസിറ്റി കൂടിയ ഓയിലാണ്. അപ്പൊ നിങ്ങൾക്ക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒഴുകുന്ന ആ പ്രതലത്തിൽ അതിൻ്റെ ഒരു ഫ്ലോയൻസി, അതിന്റെ റെസിസ്റ്റൻസ്, പിറകോട്ടുള്ള അതിന്റെ റെസിസ്റ്റൻസ്, ഇതെല്ലാം കൂടി ചേർന്ന ആ ഒരു ഇതിനെയാണ് പ്രഭാവത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വിസ്കോസിറ്റി, ബൈലിന്റെ വിസ്കോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് കുറയ്ക്കുകയാണ്, എന്നിട്ട് വിസ്കസ് ആക്കി കൂട്ടുന്നു ബൈലിനെ. അതിന് നാട്രംബോസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഉണ്ട്. എങ്ങനെ ക്രിസ്റ്റലൈസേഷൻ ഓഫ് കൊളസ്ട്രിൻ ഇൻ ദി ഗാൾഡക്ട്. കൊളസ്ട്രിൻ എന്ന പോർഷൻ ഈ ബൈലിന്റെ പോർഷനാണ്. അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നു, കുറച്ചുകൂടി കമ്പാക്ട് ആക്കുന്നു. അതിന്റെ മെനി കേസസ് ഓഫ് ജോണ്ടിസ്, ഹെപ്പാറ്റിക് കോളിക്, ബിലിയസ് ഹെഡേക്സ്, ഇതിലെല്ലാം ഈ ഫംഗ്ഷൻ നടക്കണം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്റ്റലൈസേഷൻ കൂട്ടി ബൈലിനെ കുറച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ആക്കിയില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൂടുതൽ കൂടി വഷളാവും. ഒന്നാമത് ജോണ്ടിസില്, ഹെപ്പാറ്റിക് കോളിക്കില്, ബിലിയസ് ഹെഡേക്സ്, ഇതെല്ലാം ഇതിന് വരുന്നതാണ്. ഇൻപെർഫെക്റ്റ് അസിമിലേഷൻ ഓഫ് ബൈൽ ആണ് ഈ രോഗങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത് നമുക്കറിയാം. അതായത് ജോണ്ടിസില്, ഹെപ്പാറ്റിക് കോളിക്ക്, ബിലിയസ് ഹെഡേക്സ്. അപ്പൊ ഇതില് ലാക്ക് ഓഫ് ബൈൽ ഉണ്ടാകുന്നു. അപ്പോൾ ബൈലിനെ കൂടുതൽ ആയിട്ട് വിസ്കസ് ആക്കി മാറ്റുന്നതിന് നാട്രംബോസ് ഹെൽപ്പ് ചെയ്യുകയും ഈ രോഗാവസ്ഥകളിൽ നാട്രംബോസ് വളരെയേറെ ഇൻഡിക്കേറ്റീവായിട്ട് വരികയും ചെയ്യുന്നു. ഇനി വേറൊരു ഇത് പറയുന്നത് നമ്മുടെ ഈ പാദത്തിന്റെ തള്ളവിരലിന്റെ ഒരു ജോയിന്റിൽ മാത്രം ഒരു നീർ പോലെ വരുന്ന ഒരു ഗൗട്ടിയായിട്ട് വരുന്ന ഒരു ഡിസീസ് ഉണ്ട്. അതിനെ പൊഡാഗ്ര എന്നാണ് പറയുന്നത്. അപ്പൊ ആ പൊഡാഗ്ര എന്ന് പറയുന്ന ഡിസീസിന് ഗൗട്ട്, അക്യൂട്ട് ഓർ ക്രോണിക് ആർട്ടിക്കുലർ റുമാറ്റിസം, ആസിഡ് ഡയറ്റീസിസ്, ഇതിനെല്ലാം ഈ നാട്രംബോസ് ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്. ലാക്റ്റിക് ആസിഡിനെ ഈ സാൾട്ട് കാറ്റലൈസ് ചെയ്യുകയും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യുന്നു. മസ്കുലർ ഫംഗ്ഷനിൽ നിന്നാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇപ്പൊ ക്രെബ്സ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് മസ്കുലർ സൈക്കിൾ, മസിൽസിന്റെ മെറ്റബോളിസത്തിൽ നിന്നാണ് ഈ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ലിവർ നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന ലിവർ, ഈ ലിവറിൽ ഇതിന്റെ ഫംഗ്ഷന് വളരെ പ്രധാനപ്പെട്ടതാണ് നാട്രംബോസ്. നൈട്രോജനസും കാർബോജനസുമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ്, ഡീപ്യൂറേഷൻ ഓഫ് ബ്ലഡ്, ഗ്ലൈക്കോജൻ, ഷുഗർ, ഓക്സിഡേഷൻ ഓഫ് യൂറിക് ആസിഡ്, ഇതെല്ലാം ലിവറിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ഗ്ലൈക്കോജനൈസേഷൻ നമുക്കറിയാം, ഗ്ലൂക്കോനിയോജെനിസിസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജെനിസിസ്, ഇത് ഷുഗറിന്റെ മെറ്റബോളിസത്തിൽ വരുന്നതാണ്. അത് ലിവറിൽ വെച്ചാണ് നടക്കുന്നത്. ഷുഗറിന്റെ ഓക്സിഡേഷൻ വന്നിട്ട് അത് യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതും ലിവറിലാണ് നടക്കുന്നത്. പിന്നെ കാർബോജനസ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ആണ് ഇതെല്ലാം. ഈ ഷുഗറും ഗ്ലൂക്കോസും ഗ്ലൈക്കോജനും ഒക്കെ കാർബോജനസ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. ഇതിന് ലിവർ പ്രൊഡ്യൂസസ് യൂറിയ. അതുകൊണ്ട് കിഡ്നികൾ വഴി നേരിട്ട് തന്നെ ഈ പ്രോഡക്റ്റ് പുറത്ത് കളയാൻ സഹായിക്കുന്നത്
യൂറിയ ആകുന്നത് കൊണ്ടാണ്. ഇതും ലിവറിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ലിവറിലെ ഈ പ്രോസസ്സിനെല്ലാം തന്നെ നാട്രംബോസിന്റെ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുണ്ട്. ഇൻഡസ്റ്റൈനിലെ സെക്രീഷനും ഈ ബൈലിന്റെ പ്രൊഡക്ഷന് പോലെ തന്നെ ഇതിന് ആക്ഷൻ ഉണ്ട്. ഈ ഗ്ലൈക്കോജനെ ബ്ലഡ് കറണ്ട് വഴി മസ്കുലർ ടിഷ്യൂസിൽ കൊണ്ടെത്തിക്കുകയും അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണല്ലോ ഡയബറ്റീസിൽ നടക്കാത്തത്. ഡയബറ്റീസിൽ കൂടുതൽ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് ശരിക്കും നമ്മുടെ മസിൽസിലേക്ക് ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ലിവറിൽ നിന്ന് അത്യാവശ്യത്തിന് വേണ്ട നിയോജനസിസ് വഴി ഈ ഗ്ലൂക്കോസിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഈ രണ്ട് പദ്ധതിയും ശരിക്കും ഡയബറ്റീസിനെ ഉള്ള കംപ്ലൈന്റ് ആണ്. നാം കൊടുക്കുന്ന മെഡിസിൻസ് ഇവ രണ്ടിനും സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ല വിലമുള്ള മെഡിസിൻസ് ആയിരിക്കും. ഉദാഹരണത്തിന് ബോഡിയിൽ നിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൂടുതലുള്ള ഷുഗർ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയണം. അല്ലെങ്കിൽ ബ്ലഡിൽ കൂടുതലായിട്ട് കിടക്കും. ആ ബ്ലഡിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വെച്ച മസിൽസ് ഗ്ലൈക്കോജനെയും ലിവർ ഗ്ലൈക്കോജനെയും തിരിച്ച് ബ്ലഡിലേക്ക് അത്യാവശ്യമുള്ളപ്പോൾ മാത്രം തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. ഇത് രണ്ടിനും കഴിയാതെ വരുമ്പോഴാണ് ഈ ഗ്ലൂക്കോനിയോജൻസ്. അതുകൊണ്ടാണ് ഡയബറ്റീസ് ഈസ് നോട്ട് എ പ്രോബ്ലം ബിക്കോസ് ഓഫ് ദ ഡിഫക്റ്റ് ഓഫ് ദ ദിസ് ഇൻസുലിൻ. ഇറ്റ് ഈസ് മെയിൻലി 60% and 70%. മെനി ഓഫ് ദ ഡോക്ടേഴ്സ്, ധാരാളം ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് ലിവറാണ് പ്രധാനപ്പെട്ട മാസ്റ്റർ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഓർഗൻ ഫോർ ഡയബറ്റീസ് എന്നാണ്. കാരണം ഇതാണ്, ഈ തിരികെ കൊണ്ടുവരുന്ന പ്രോസസ്സ് നടന്നാൽ നമുക്ക് ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാം. പക്ഷെ ഇത് കൂടുതലായിട്ട് ഉള്ളത് ഫുഡ് കൊണ്ട് നിയന്ത്രിക്കാമെങ്കിലും നമുക്ക് തിരിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഷുഗർ നമ്മുടെ ബ്ലഡിലേക്ക് വരുന്നതിന് സാധിക്കാതെ വരുന്നതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ നാട്രംബോസിന് വളരെ കൂടുതൽ ഫങ്ഷൻ ഉണ്ട് ലിവറിൽ, പ്രത്യേകിച്ച് ഈ ലാക്റ്റിക് ആസിഡിന്റെ ഡീഓക്സിജനേഷനിലും അതുപോലെ തന്നെ ഈ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു നിയോജനസിസിലും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനും വളരെ കൂടുതലുണ്ട്. ഇപ്പം നാട്രംബോസ് മുമ്പ് നമുക്കറിയാമായിരിക്കും, നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ മിൽക്ക് ഇപ്പോൾ ഈ ഷുസ്ലറുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ പ്രത്യേകിച്ച് കാണാം. അതായത് നമ്മുടെ മിൽക്ക്, ഇപ്പം ഡ്രൈഡ് സ്കിംഡ് മിൽക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും പോലെ ചെറിയ ഡയബറ്റിക്സ്, ഇതുപോലുള്ള ഡയബറ്റീസ് പേഷ്യൻസിന് ഇത് മിൽക്ക് ആണ് ഒരു കാരണമെങ്കിൽ തീർച്ചയായിട്ടും നാട്രംബോസ് കൊണ്ട് ക്യൂർ ഉണ്ടായിരിക്കും. അത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഈ പോളിയൂറിയ വരുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഇതിനും നാട്രംബോസ് ചില കേസസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാൻ കഴിയും. അതിനും നാട്രംബോസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ലേറ്റസ്റ്റ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു കാർബോണിക് ആസിഡ് ആൻഡ് വാട്ടർ വൈൽ സർക്കുലേറ്റിംഗ് ദ ബ്ലഡ്. അപ്പം ഈ ബ്ലഡില് ഈ വൈറ്റൽ ഫങ്ഷൻസ് വഴി ഇത് സർക്കുലേറ്റ് ചെയ്യുകയും കാർബോണിക് ആസിഡ് ആയിട്ട് ചേർന്ന് കാർബോണിക് ആസിഡിനെ കാർബോണിക് ആസിഡും വാട്ടറുമായിട്ട് ചേർന്ന് ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുകയും ഫോസ്ഫേറ്റ് ഓഫ് സോഡയുടെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത്. അതായത് ഈ സോഡിയം ഫോസ്ഫിന്റെ സാന്നിധ്യത്തിലാണ്. അങ്ങനെയുള്ള ആ ഒരു കാറ്റലിറ്റിക് ആക്ഷനാണ് നാട്രംബോസ് പൊതുവെ ചെയ്യുന്നത്. ഒന്ന് കാർബോണിക് ആസിഡ് ലങ്സിൽ നിന്ന് കിട്ടുന്ന ബ്ലഡിലെ ഇമ്പ്യൂരിറ്റി, എപ്പോഴും കിട്ടുന്ന ഇമ്പ്യൂരിറ്റിയാണ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്, ശ്വസന പ്രക്രിയ വഴി വരുന്നത്. രണ്ട്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന മസിൽ ഗ്ലൈക്കോജൻ നമ്മൾ എണ്ണമാനം ഫംഗ്ഷൻ ചെയ്യുന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ബൈ പ്രോഡക്റ്റ് ആണ്. ഈ പ്രധാനപ്പെട്ട രണ്ട് പ്രോഡക്ട്സിനെയുമാണ് ഈ നാട്രംബോസ് അല്ലെങ്കിൽ സോഡാഫോസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് നാട്രംബോസ് പ്രിവെൻസ് ദിസ് കെമിക്കൽ ചേഞ്ച്. ഏതാണ്? ഈ കാർബോണിക് ആസിഡിൽ നിന്നും ലാക്റ്റിക് ആസിഡിനെ ചെയ്യുന്നതുമായിട്ടുള്ള പ്രോസസ്സ് നാട്രംബോസ് ഇല്ലാതെ വരുമ്പോൾ നടക്കാതെ വരികയും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ റൊമാറ്റിസം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഡിസ്പെപ്സിയ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതുപോലെ ഇൻഡസ്ട്രിയൽ ട്രബിൾസ് ഫോളോ ചെയ്യും. അപ്പോൾ പൊതുവെ ഇത് മൈക്രോ ആയിട്ടുള്ള മോളിക്കുലർ ഡോസസ് വഴി നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് റൊമാറ്റിസം, അതായത് ഈ ക്രിസ്റ്റൽസ് ഫോർമേഷൻ ഓഫ് യൂറിക് ആസിഡ്, നമ്മുടെ മിക്കവാറും ഗൗട്ടി ഡെപ്പോസിഷൻസ് എല്ലാം ഈ നാട്രംബോസ് വഴി. ശരിക്കും യൂറിക് ആസിഡിന് ഒരു ബയോസാൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും അത് നമ്മുടെ ഈ നാട്രംബോസ് തന്നെയാണ്. വളരെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് എന്നാണ് നാട്രംബോസ്. പിന്നെ യൂറിക് ആസിഡ് ഈസ് കെപ്റ്റ് സൊല്യൂബിൾ ഇൻ ബ്ലഡ് ബൈ ദ പ്രസൻസ് ഓഫ് ദ ഫോസ്ഫേറ്റ് ഓഫ് സോഡ ആൻഡ് ദ നാച്ചുറൽ ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലഡ്. ബോഡിയുടെ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നതിനും ഈ യൂറിക് ആസിഡിനെ ഫോസ്ഫേറ്റ് കീപ്പ് ചെയ്യുന്നതിനും ബ്ലഡിൽ സൊല്യൂബിൾ ആക്കി വെക്കുന്നതിന് യൂറിക് ആസിഡ് ഈ നാട്രംബോസിന് കഴിയും. സൊല്യൂബിൾ അല്ലാതെ ക്രിസ്റ്റലൈസ് ചെയ്ത് ജോയിൻസിൽ നിന്ന് റിമൂവ് ചെയ്യാതെ വരുമ്പോഴാണ് ഇത് ഗൗട്ട് വരുന്നത്. യൂറിക് ആസിഡിന്റെ പെയിനും മറ്റും
ഈ ക്രിസ്റ്റൽസ് കൊണ്ടാണെന്ന് നമുക്കറിയാം. ഡെഫിഷ്യൻസി വരുമ്പോൾ uric acid combined with the soda forming the urate of soda, an insoluble salt deposited near the points producing gout and acute inflammatory rheumatism settles. ഇനി ഫാറ്റിനെ എമൽസിഫൈ ചെയ്യുന്നതിന് നാട്രോഫോസ് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഫാറ്റ് ദഹിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ആദ്യം ഫാറ്റിനെ ചെറിയ ചെറിയ കണികളായിട്ട് മാറ്റണം. ഫാറ്റി ആസിഡ്സ് ആയിട്ട് ഗ്ലിസറോൾ ആയിട്ട് മാറ്റണം. അതാണ് മെറ്റബോളിസത്തിൽ ഫാറ്റ്സ് ചെയ്യുന്നത്. അപ്പൊ ഹെവി ഫാറ്റ്സ് നമ്മൾ എത്ര ഫാറ്റ്സ് കഴിക്കുന്നുണ്ടോ അത്രമാത്രം നാട്രോഫോസിന്റെ ആവശ്യം വരുന്നുണ്ട്. എമൽസിഫൈ ചെയ്യുന്നത് മെയിൻലി ബൈലാണ്, നമുക്കറിയാം. പക്ഷെ ആ ബൈലിന്റെ പ്രവർത്തനത്തിന് അതിനെ കുറച്ചുകൂടി വിസ്കോസിറ്റി കൊടുക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു. അത് ഈ നൈട്രോഫോസ് ആണ്. അപ്പൊ സോഡാഫോസ് വിസ്കോസിറ്റി കുറച്ച് കൊടുക്കുകയും അതുവഴി ഫാറ്റിനെ എമൽസിഫൈ ചെയ്യുന്നതിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഡിസ്പെപ്റ്റിക് കണ്ടീഷൻസിലും നമുക്ക് ഈ നല്ലതാണ്. അതേപോലെ തന്നെ ഫാറ്റ് വഴി അഗ്രവേറ്റ് ചെയ്യുന്ന കംപ്ലൈൻസിനും ഇത് അതുകൊണ്ട് പ്രയോജനപ്രദമാണ്. ഡിസ്പെപ്റ്റിയ അറിയാം. അതുപോലെ തന്നെ ഫാറ്റ് വഴി അഗ്രവേറ്റ് ചെയ്ത കംപ്ലൈൻസ്. ഇത് ഇനി ഫോസ്ഫേറ്റ് ആൽബുമിനുമായിട്ട് കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുന്നു? ആൽബുമിൻ നമുക്കറിയാം പ്രോട്ടീന്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ തന്നെ തനതായ ആൽബുമിനാണ്. അപ്പോൾ ഈ ആൽബുമിനെ ഫോസ്ഫേറ്റ് സോഡ കമ്പയർ ചെയ്തിട്ട് ബയോകെമിക്കലി ആസ് ആൻ ആസിഡ്, ഇതൊരു ആസിഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു. WBC, ലൂക്കോസൈറ്റ്സ്, ലിംഫ് കോർപ്പസൽസ് എല്ലാം carry molecules of fat and peptones which later on modified albuminoids. ഈ ബ്ലഡിലെ ലൂക്കോസൈറ്റ്സ്, ലിംഫ് നോട്ട്സ് ഇതിലെല്ലാം എന്തുണ്ട്? പെപ്റ്റോൺസ് എന്ന് പറയുന്ന പ്രോട്ടീന്റെ ഭാഗമുണ്ട്. അപ്പം ഇന്റെസ്റ്റിനൽ വാള് ഈ പെപ്റ്റോൺസ് ബ്ലഡിൽ നേരിട്ട് പോകും. ഇപ്പോൾ പെപ്റ്റോൺസ് നമുക്ക് ഈ ലൂക്കോസൈറ്റ്സ് ഇതിൽ നിന്നൊക്കെ വരുന്ന ഇൻറ്റെസ്റ്റിനൽ വാൾസ് വഴി ബ്ലഡിൽ നേരിട്ട് പെപ്റ്റോൺസ് കടന്നു പോകും. പെപ്റ്റോൺസ് നേരിട്ട് കടന്നു പോകും. പക്ഷെ ലൂക്കോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? ഈ ലൂക്കോസൈറ്റ്സ് ആണ് ശരിക്കും പെപ്റ്റോൺസിനെ പിടിച്ചെടുത്ത് വലിയ മോളിക്യൂൾസ് ആയ പെപ്റ്റോൺസിനെ ലൂക്കോസൈറ്റ്സ് വലിച്ചെടുത്തിട്ട് അത് പുറത്തോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പെപ്റ്റോൺസ് എന്ന് പറയുന്നത്? ദേ ആർ ദ ബിൽഡിംഗ് പ്രോഡക്ട്സ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഓഫ് പ്രോട്ടീൻ. അപ്പൊ അതിന് ആദ്യം ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ തീർത്തും ഇത് മറ്റൊരിടത്തും നമ്മൾ വായിച്ചിരിക്കാൻ ഇടയില്ല. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നു: ലൂക്കോസൈറ്റ്സ് ആണ് ലേഡൻ വിത്ത് പെപ്റ്റോൺസ് ഫ്രം ദ ഇൻറ്റെസ്റ്റിനൽ വാൾ ടു ബ്ലഡ് സ്ട്രീം ഈസ് ഡയറക്റ്റ്. അതൊരു ഡയറക്റ്റ് പ്രോസസ്സാണ്. ലൂക്കോസൈറ്റ്സ് പെപ്റ്റോൺസിനെ നേരിട്ട് തന്നെ വലിച്ചെടുക്കുന്ന കാരണം അവയ്ക്ക് അറിയാം. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കറിയാമല്ലോ, ന്യൂട്രോഫിൽസ്, ഗ്രാനുലോസൈറ്റ്സ് ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അവയുടെ പ്രവർത്തനം മൂലമാണ് അവയാണ് ഇത് എൻഗൾഫ് ചെയ്യുന്നത്. അതിനാണ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെപ്റ്റോൺ മോളിക്യൂൾസിനെ ശരിക്കും എൻഗൾഫ് ചെയ്ത് ലൂക്കോസൈറ്റ്സ് എടുക്കുന്നതിന് ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് നേരിട്ട് എടുക്കും. ബട്ട് ദ പാസേജ് ഓഫ് ലൂക്കോസൈറ്റ്സ് വിത്ത് ഫാറ്റ് മോളിക്യൂൾസ് ഫാറ്റിനെ ഇങ്ങനെ അബ്സോർവ് ചെയ്യുന്നില്ല. അത് തൊറാസിക് ഡക്റ്റ് നമുക്ക് ഓർക്കാം. ഇപ്പോൾ തൊറാസിക് ഡക്റ്റ് വഴിയാണ് ഈ ഫാറ്റിന്റെ അബ്സോർപ്ഷനും അതുള്ള മെറ്റബോളിസം എന്നും നമുക്കറിയാം. അതിനാണ് പ്രധാനമായിട്ടുള്ള ഡക്റ്റ് തൊറാസിക് ഡക്റ്റ് ആണ്. അതിൽ നിന്നാണ് ലിംഫിന്റെ പ്രധാന തുടക്കവും. ലിംഫ് കൈലെന്ന് പറയുന്ന ശരിക്കും ലിവറിൽ നിന്ന് നേരിട്ട് ലിവറുമായി ബന്ധപ്പെട്ട മെറ്റബോളിസം വളരെ കൂടുതലുണ്ടെങ്കിലും ഈ തൊറാസിക് ഡക്റ്റ് ആണ് നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് എല്ലാം ദഹിച്ച് നല്ല ബോഡിയുടെ പാർട്ടായിട്ട് വരുന്ന ഫുഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റിയിട്ട് അത് തൊറാസിക് ഡക്റ്റ് വഴിയാണ് മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റേണത്തിന് ജസ്റ്റ് താഴെയായിട്ട് വളരെ വലിയ ഒരു ഇതാണ് ഈ തൊറാസിക് ഡക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പൊ അതിന് വഴി ഫാറ്റ് മോളിക്യൂൾസ് മൂവ് ചെയ്തോളും. പക്ഷെ ഈ പെപ്റ്റോൺസിനെ ലൂക്കോസൈറ്റ്സ് തന്നെ ഇൻബൈബ് ചെയ്തിട്ട് അത് ഈ ബ്ലഡ് സ്ട്രീമിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇവ തൊറാസിക് ഡക്റ്റ് വഴി ഫാറ്റ് റീച്ച് ദ ടിഷ്യൂസ് ത്രൂ ദ വാൾസ് ഓഫ് ദ കാപ്പിലറീസ് ആൽസോ. ഈ ടിഷ്യൂസിൽ രണ്ട് വിധത്തിലായിരുന്നാലും തൊറാസിക് ഡക്റ്റ് വഴി ആയിരുന്നാലും എന്ത് വരുന്നു? കാപ്പിലറീസ് വഴി വാൾസ് വഴി ടിഷ്യൂസിൽ എത്തിച്ചേരുന്നു. Hereafter, these peptones are transformed into albuminoids and are deposited and become the material for the growth of the young cells. പുതിയ സെൽസ് ഗ്രോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷന് ആയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ക്ലിനിക്കലി കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു മോയിസ്റ്റ് കോട്ടിംഗ് ഓൺ ദ ടങ്, സോഫ്റ്റ് പാലറ്റ് ആൽസോ ആസ് ആൻ യെല്ലോയിഷ് ക്രീമി ലുക്ക്. ഇത് നാട്രോഫോസിന്റെ ഒരു പ്രത്യേകതയാണ്. സോഫ്റ്റ് പാലറ്റിനോട് ചേർന്ന് ഒരു യെല്ലോയിഷ് ക്രീമി ലുക്ക്. ഇനി സവർ എറക്ടേഷൻസ്, സവർ വോമിറ്റിംഗ്, ഗ്രീനിഷ് ഡയറിയ, ഇൻഫൻസ് ഓവർ ഫെഡ് വിത്ത് മിൽക്ക് ആൻഡ് ഷുഗർ, എക്സസ് ലാക്റ്റിക് ആസിഡ്. ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നാട്രോഫോസ് വരുന്നത്.
എക്സസ് ആസിഡിറ്റി എവിടെ ഉണ്ടോ, നമ്മുടെ ഈ ഒരു ബയോ സാൾട്ടിലും ഫെറംബോസ് കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ പറയാം. പ്രാക്ടിക്കലി നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് ആസിഡിറ്റിക്ക് ഫെറംബോസ് ആണ്. അപ്പോൾ രണ്ട് ഫെറംബോസ് ആസിഡ് ബിക്കോസ് അത് അയൺ ആണ്. അയൺ പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് അയണാണ്. അപ്പോൾ ആസിഡിറ്റിയെ പെട്ടെന്ന് നള്ളിഫൈ ചെയ്യുന്നതിന് ഈ ഇതിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പെട്ടെന്ന് നള്ളിഫൈ ചെയ്യാൻ ഈ ആസിഡിറ്റിക്ക് FP3 അതാണ്, FP3 ആണ്, 3+ ആണത്. ആ അയണ് പെട്ടെന്ന് കഴിയും ഫെറംബോസിലെ. അതുകൊണ്ടാണ് ഫെറംബോസ് പെട്ടെന്ന് ഒരു ആക്ഷൻ തരുന്നത്. എന്നാലും പെർമനന്റ് ക്യൂർ വേണമെങ്കിൽ നാട്രംബോസ് തന്നെ വേണം. കാരണം നാട്രംബോസ് ആണ് ഈ സവർ വോമിറ്റിങ്ങിനും സവർ ഇറിറ്റേഷൻസ്, എക്സസ് ആസിഡിറ്റി, ഇതിനെല്ലാം കൂടുതൽ നല്ല മരുന്ന്. സ്ക്രോഫുലസ് ഗ്ലാൻസ്, TB എക്സെട്ര, ഇതിന് നാട്രംബോസ് ആണ് ഇമ്പോർട്ടന്റ്. സ്മാൾ ഡോസസ് ഓഫ് സബ്ക്യൂട്ടേനിയസ്ലി യൂസസ് ടു ആന്റിഡോട്ട് മോർഫിൻ ആൻഡ് ദസ് ബ്രേക്ക് ദ നമ്മൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ നാട്രംബോസ് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഇതിന്റെ ലിക്വിഡ് ഫോം ആന്റിഡോ ഇഞ്ചക്ഷൻ ചെയ്യുമായിരുന്നു. ഓൾഡ് ക്ലാസ്സസിൽ നമ്മൾ ടെക്സ്റ്റിലൊക്കെ കാണാം. അത് എന്തിനെന്ന് വെച്ചാൽ മോർഫിൻ ഹാബിറ്റിനെ ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഇത് വരുന്നതുകൊണ്ട് മോർഫിൻ ഹാബിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് കുറയുന്നതിന് ഇത് ഉപയോഗിച്ചിരുന്നു നാട്രംബോസ്. ഇനി എയ്ലാന്തസ്, അനീസ്റ്റെൽ. അനീസ്റ്റെൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ തക്കോലം, അനീസം സ്റ്റെല്ലാറ്റോ എന്നാണ് അതിന്റെ പേര്. അല്ലെങ്കിൽ ഈ രണ്ടും സയന്റിഫിക് നെയിം തന്നെ. ഇലിസിയം വീരം, അതായത് തക്കോലം. ആ സ്റ്റാർ ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ല, വേറെ വിദേശിയാണ്, അമേരിക്കൻ, ക്ലിയർ അല്ല. എന്നാലും ഇന്ത്യൻ അല്ല ഇത് പ്രോഡക്റ്റ്. ഇത് നാറ്റീവായിട്ട് ഇത് തക്കോലം നമ്മുടെ ഇന്ത്യൻ ഉത്തർപ്രദേശിലൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ അനിസ്റ്റെല്ലൈറ്റത്തില് ധാരാളമായിട്ട് എന്തുണ്ട്? നാട്രംബോസ് ഉണ്ട്, എയ്ലാന്തസ്, ഹമാമിലിസ്, ഇതെല്ലാം ഈ റിയം, ഇതെല്ലാം നാട്രംബോസിന് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് ഈ റെമഡീസിൽ. ഇൻ ഗൗട്ടി ഡിസ്പെപ്സിയ കമ്പയർ വിത്ത് കൊളിച്ചിക്കം. കൊളിച്ചിക്കം നമുക്കറിയാം, നമ്മുടെ ഈ ആസിഡം ബെൻസോയിക്കം, കൊളിച്ചിക്കം, ഇത് രണ്ടുമാണ് വളരെ പ്രധാനമായിട്ട് നമ്മുടെ ഈ റൊമാറ്റിസം വിത്ത് എന്താണ് പറയുന്നത്, യൂറിക് ആസിഡ് ഡയറ്റീസിന് കൊടുക്കുന്നത്. ബെൻസോയിക് ആസിഡിലും ഇതിനെയും ഗോയാക്കവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കംപ്ലൈൻസ്. ലൈക്കോപോഡിയം, ഈ 4 ഡ്രഗ്സുമായിട്ട് വളരെയേറെ റിലേഷൻ പുലർത്തുന്ന ഒന്നാണ് നാട്രംബോസ്. ഇനി കുട്ടികൾക്ക് സ്റ്റൊമക്ക്, ബവൽസ്, ഇതിൽ വരുന്ന കോളിക്ക്, അതുപോലെ എസ്പെഷ്യലി ദ സ്റ്റൂൾ സ്മെൽസ് സവർ, സ്റ്റൂൾ എങ്കിൽ മാത്രം, അതാണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ, സവർ സ്മെല്ലിംഗ് സ്റ്റൂൾ. ആ സമയത്ത് നമുക്ക് റിയമായിട്ടും പിന്നെ ഇച്ചിങ് ആൾ ഓവർ ദ ബോഡി എന്ന് പറയുന്ന കമ്പയർ വിത്ത് ഡോളിക്കോസായിട്ടും അർട്ടിക്കായൂറൻസുമായിട്ടും സൾഫറുമായിട്ടും കമ്പയർ ചെയ്യാം നാട്രംബോസ്. ഇത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഈ റെമഡീസ് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ഈ കാറ്റലിസ്റ്റിക് ആക്ഷൻ ഉള്ളതുകൊണ്ടും ഈ റെമഡീസിന്റെ ആക്ഷനുമായിട്ട് വളരെയേറെ ഇന്റർലിങ്ക്ഡ് ആണ്. നാം എല്ലാം തന്നെ ഈ റെമഡി മിക്കവാറും മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവയിൽ ഇത്തരത്തിലുള്ളതിന് മസ്റ്റായിട്ടും ഈ ഇന്റർകറന്റ് ആയിട്ട് ഈ സാൾട്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇത്രയാണ് നാട്രംബോസ്. അടുത്ത് നാട്രം സൾഫ്യൂരിക്കം. ഈ സൾഫേറ്റ് ഓഫ് സോഡ, അതിന് വേറൊരു പേര് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഗ്ലാബേഴ്സ് സാൾട്ട്. Na2SO4 10H2O ആണ് ഇതിന്റെ രാസനാമം, മോളിക്കുലർ ഫോർമുല. ഈ മോളിക്കുലർ ഫോർമുല ഇവിടെ നിങ്ങൾക്ക് നോക്കാം, 12H2O എന്ന് പറയുന്നു. നേരത്തെ നാട്രംബോസിന്റെ ഞാൻ പറഞ്ഞു. ഇവിടെ 10 H2O ഉണ്ട്, വാട്ടർ ഉണ്ട്. ഗ്ലാബേഴ്സ് സാൾട്ടിൽ, നാട്രം സൾഫിന് 10 വാട്ടർ മോളിക്കുളുണ്ട്. ഒരു സൾഫേറ്റ് റാഡിക്കലാണ് ഉള്ളത്. സൾഫേറ്റ് ആണ് വളരെ പ്രധാനം. ഈ നാട്രം സൾഫ്യൂരിക്കം ഇത് ധാരാളമായിട്ട് നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒന്നാണ് നാട്രം സൾഫർ. സീ വാട്ടറിൽ, സലൈൻ സ്പ്രിങ്സിൽ ഒക്കെ ഇത് കാണുന്നുണ്ട്. വളരെ വലിയ ക്രിസ്റ്റൽസ്, കളർലെസ്, ട്രാൻസ്പാരന്റും ഒബ്ലിക്കും, മറ്റേ നാട്രമൂർ ഉണ്ടല്ലോ, കളർയൂപ്പിൻ്റെതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ എൻ്റെ മുമ്പുള്ള പുസ്തകത്തിലെ 12 ക്ലാസ്സുകളിൽ ഞാൻ ഈ ക്രിസ്റ്റൽസ് കാണിച്ചിരുന്നു. നാട്രം സൾഫിന്റെ ക്രിസ്റ്റൽ കുറച്ചുകൂടെ ട്രാൻസ്പാരന്റ് ആണെന്ന് മാത്രം. പിന്നെ ഈ അരുവികളെല്ലാം കുറച്ചുകൂടി തിന്നായിട്ടേ കാണുള്ളൂ, അത്രേ വ്യത്യാസമുള്ളൂ. അങ്ങനെ കറിയൂപ്പാണെങ്കിൽ പലവരുടെ നല്ല പടിക്കെട്ടുകൾ പോലെ കൃത്യമായിട്ട് തന്നെ ഇരിക്കുന്ന സ്ക്വയറുകളാണ്, ട്രാൻസ്പെറന്റ്. പക്ഷെ ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആണെന്നേ ഉള്ളൂ. എന്നാലും നാട്രം സൾഫിന്റെ റോംബിക് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് 6 സൈഡഡ് പ്രിസംസ് ആണ്. കൂളിംഗ് ബിറ്റർ സലൈൻ ടേസ്റ്റ്. നാട്രംബോസ് പോലെ തന്നെ ഒരു ബിറ്റർ സലൈൻ, കൂളിംഗ് ബിറ്റർ സലൈൻ ടേസ്റ്റ് ആണ്. ദിസ്
ഇത് സെൽസിനകത്ത് സാധാരണ മറ്റു സാൾസിനെ പോലെ തന്നെ സെൽസിൽ ഇത് കാണുന്നില്ല. പക്ഷേ ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിലാണ് നാട്രം സൾഫ് കാണുന്നത്. എക്സ്ക്രീഷൻ ഓഫ് സൂപ്പർഫ്ലൂവസ് വാട്ടർ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഈ സെൽസിന് പുറമേ ഉള്ള കൂടുതലായിട്ടും സെൽസിന് പുറത്തുള്ള സൂപ്പർഫ്ലൂവസ് വാട്ടർ മോളിക്യൂൾസ് എക്സസ് ആയിട്ട് ഇവിടെ എല്ലാം ഉണ്ടോ അവയെ അത് റെഗുലേറ്റ് ചെയ്ത് റെഗുലർ ആക്കുന്നതിന് പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നാട്രം സൾഫ്. പ്രധാനമായിട്ടും നാട്രം ഫോസിനെ അത് പറഞ്ഞു പോലെ തന്നെ നാട്രം സൾഫിന് വാട്ടർ മോളിക്യൂളും വാട്ടറും ജലാംശവും ഈർപ്പം ഒക്കെയാണ് ബന്ധം. ഡീകമ്പോസിഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് വഴി ഉണ്ടാകുന്ന, നേരത്തെ പറഞ്ഞു വാട്ടർ ഉണ്ടാകുന്നു, നാട്രം ഫോസ് ആണ് അതിന് ഈ ഫോസ്ഫേറ്റ് ഓഫ് സോഡിയം വഴി ഉണ്ടാകുന്ന ആ വാട്ടറിനെ പുറത്ത് കളയുന്നതിന് ശരിക്കും നാട്രം സൾഫ് വേണം. അപ്പോൾ നാട്രം ഫോസ് കൊടുക്കുന്ന ഒരു പേഷ്യൻറ്റിന്, ആവശ്യമായി വരുന്ന ഒരു പേഷ്യൻറ്റിന് വാട്ടറിൻ്റെ പ്രോബ്ലമാണ് അല്ലെങ്കിൽ വാട്ടറിയുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും നാട്രം സൾഫാണ് വീണ്ടും കൂടി വരുന്നത്. നാട്രം സൾഫും നാട്രം ഫോസും കൂടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഒരു പ്രശ്നമില്ല. ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിന് നാട്രം സൾഫ് 12x നമ്മുടെ ഡോക്ടേഴ്സ് പലരും ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്രം സൾഫിന്റെ 12x വളരെ പ്രധാനപ്പെട്ടാണ്. 3x ഒക്കെ 6x നമുക്ക് എപ്പോഴും അറിയാമായിരിക്കും നമ്മൾ വായിച്ചു. പക്ഷെ ആ 12x വളരെ പ്രധാനമാണ്. നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ആക്ഷൻ ലേക്കോപോഡിയുമായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഇനി ഈ സൂപ്പർഫ്ലൂവസ് ആയിട്ടുള്ള സെൽസിൽ വരുന്ന വാട്ടർ ഫോം പ്രഷർ പുറത്തള്ളുന്നതിന് നാട്രം സൾഫ് സഹായിക്കുന്നു. ഇനി നാട്രം സൾഫ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് നാട്രം മൂർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മാഗ്ഫോസിന്റെ ആക്ഷൻ അല്ല, ഫെറംഫോസിന്റെ ആക്ഷൻ പോലെ അല്ല. അയണും മഗ്നീഷ്യം, അയൺ റിലാക്സ് ചെയ്യുന്നു, മാഗ്നീഷ്യം കോൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പെയിൻ റിലീസ് ആകുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ നാട്രം മ്യൂർ പോലെ തന്നെ നാട്രം സൾഫ് ഓപ്പോസിറ്റ് ആക്ഷനാണ് നാട്രം മ്യൂറുമായിട്ട്. രണ്ടും വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. നാട്രം മ്യൂറും നാട്രം ഫോസും വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ opposite action. Natrum more attracts the water which is to be used in the organism, while natrum sulfur attracts the water due to retrograde metamorphosis and secures its elimination from organism. In natrum more division of the cell in the growth എപ്പോഴും വാട്ടർ യൂസ് ചെയ്യുന്ന ഈ നാട്രം മ്യൂറിന്റെ ആക്ഷൻ വഴിയാണ്. പക്ഷെ നാട്രം സൾഫ് അങ്ങനെയല്ല. അധികമായിട്ടുള്ളതായിരുന്നാലും ശരി, നശിച്ചു പോയ ഭാഗങ്ങളിൽ നിന്നുള്ളതുമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള വാട്ടർ, അതാണ് റിട്രോഗ്രേഡ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രോത്തിന്റെ ഭാഗത്തുള്ള ഭാഗങ്ങളെ മെറ്റാമോർഫോസിസ്, അതിൽ വരുന്ന റിട്രോഗ്രേഡ്, അതായത് തിരിച്ചു കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ വാട്ടർ, അതിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനെ, എലിമിനേറ്റ് ചെയ്യുന്നതിനെ നാട്രം സൾഫ് സഹായിക്കുന്നുണ്ട്. ഇനി നാട്രം മോർ ഞാൻ പറഞ്ഞു ഡിവിഷൻ ഓഫ് ദ സെൽസിലാണ് വരുന്നത്. നാട്രം സൾഫ് വാട്ടറിനെ വേണൗട്ടായിട്ടുള്ള ലിംഫാറ്റിക്സിലും മറ്റുമുള്ള വാട്ടറിനെയും ഡിസിൻറ്റഗ്രേഷൻ വഴി അക്കംപ്ലിഷ് ചെയ്യുന്നതിന്, ഡിസിൻറ്റഗ്രേഷൻ വഴി ഉള്ളതിനെ റെമഡി ഓഫ് അത് നീക്കം ചെയ്യുന്നു. ലിംഫാറ്റിക്സിൽ നിന്നുള്ള ഡെബ്രിസിനെയും അശുദ്ധമായിട്ടുള്ള ജലാംശത്തെയും നീക്കം ചെയ്യുന്നത് കൊണ്ടാണ് ഈ നാട്രം സൾഫ് ഈസ് എ റെമഡി ഫോർ ലുക്കീമിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നാട്രം ആഴ്സ് ഒരു നല്ല റെമഡി ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാം. അതേപോലെ നാട്രം സൾഫ്യൂരിക് ഒരു ടിഷ്യൂ ലവണമാണ്. ഇനി എപ്പിത്തീലിയൽ സെൽസിൽ നെർവ്സ് വിൽ ബി സീൻ ഫോളോയിങ് ഇറിറ്റേറ്റ്സ് ദ എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് നെർവ്സ് ആസ് വിൽ ബി സീൻ ദ ഫോളോയിങ്. എപ്പിത്തീലിയൽ സെൽസിലും നെർവ്സിലും ഇതെങ്ങനെ ആക്ട് ചെയ്യുന്നു? അതായത് സെൻസറി നെർവ്സിലാണ് ഇത് വരുന്നതെങ്കിൽ സെൽവസ്സറി നെർവ്സ് നാട്രം സൾഫിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സെൻസറി സെൽസ് ഓഫ് ദ ബ്ലാഡറിൽ ഇപ്പൊ നാട്രം സെൽസിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അവിടെ ഇറഗുലർ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ദ മോളിക്യൂൾസ് വരികയാണെങ്കിൽ ഇമ്പൾസ്, യൂറിനേറ്റ് ചെയ്യണമെന്നുള്ള ഇമ്പൾസ് എവിടെ എത്തുന്നില്ല? കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ എന്ത് വരുന്നു? ഇൻവോളണ്ടറി യൂറിനേഷൻ, എനൂറിസിസ് ഉണ്ടാകുന്നു. അപ്പോൾ അതേസമയം ഇത് ഗാൾ ബ്ലാഡറിലാണ് അല്ലെങ്കിൽ ലിവറിലാണ് ഈ നാട്രം സൾഫിന്റെ ഡെഫിഷ്യൻസി വരുന്നതെങ്കിൽ ഇത് ഇൻക്രീസ്ഡ് ഡിമിനിഷൻ ഓഫ് ദ സെക്രീഷൻ ഉണ്ടാകുന്നില്ല. ഗാൾ സെക്രീഷൻ അപ്പാരറ്റസ് ഡിമിനിഷ് ചെയ്ത് പോകുന്നു. നെർവസ് സിസ്റ്റത്തില് ബ്ലാഡറിലെ ആണ് ഇതിന് പ്രോബ്ലം വരുന്നതെങ്കിൽ എനൂറിസിസ് ഉണ്ടാവുകയും ലിവറിലാണ്, ഗാൾ ബ്ലാഡറിലാണെങ്കിൽ ഗാൾ ബ്ലാഡറിന്റെ സെക്രീഷൻ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. മോട്ടോർ നെർവ്സിലാണെങ്കിൽ, സെൻസറി നെർവ്സിന്റെ കാര്യമാണ് പറഞ്ഞത്, സെൻസേഷൻ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഈ എനൂറിസിസും ഇൻവോളണ്ടറി യൂറിനേഷൻ ഉണ്ടാകുന്നത് നാട്രം സൾഫ്. അതിപ്പോൾ
മറ്റേ ഇത് ഇൻസിപ്പിഡസിനും നാട്രൽ സൾഫ് വാൻട്രംപോസ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാൾട്ടാണ്. ഇവിടെ മോട്ടോർ ന്യൂറോൺസിലാണെങ്കിൽ കോളൺ എക്സാമ്പിൾ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് സഫിഷ്യൻ്റ്ലി ബൈ നാട്രൽ സെൽ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഫ്ലാറ്റുലന്റ് കോളിക് ഉണ്ടാകുന്നു മോട്ടോർ ആയിട്ട് വരുന്നതിൽ. ഇനി ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഇതിൽ വരുന്ന സൂപ്പർഫ്ലൂവസ് ആയിട്ടുള്ള വാട്ടറിന്റെ എലിമിനേഷൻ ഇന്റർസെല്ലുലാർ സ്പേസിലാണ് വരുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നാട്രൽ സൾഫിന്റെ ഡെഫിഷ്യൻസി ഹൈഡ്രീമിയ ഉണ്ടാക്കുന്നു. ഹൈഡ്രീമിയ വാട്ടർ റിട്ടൻഷൻ, അതായത് ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡ്സിലെ വാട്ടർ മോളിക്യൂൾസ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല, അവയെ ഹൈഡ്രീമിയ ഉണ്ടാകുന്നു. അപ്പോൾ ഫങ്ഷണൽ ഡിസ്റ്റർബൻസ് ആണ്. ഇനി ഗാൾ സെക്രീറ്ററി അപ്പാരറ്റസിലാണ് ഈ വരുന്നതിൽ ഡെവലപ്മെന്റ്. The hydremia and the functional disturbances within the gall secretory apparatus are the conditions of the development of 1. Intermittent and bilious fevers. നമുക്കറിയാം ഇന്റർമിറ്റന്റ് ഫീവറിനെ നമ്മൾ ധാരാളമായിട്ട് വായിക്കുന്നതാണ്. ബില്യസ് ഫീവേഴ്സ് നമുക്കറിയാം, ഇപ്പൊ പ്രയോണി എല്ലാം കൊടുക്കുന്നു, ബില്യസ് ആണ്. പ്രയോണി ഒരു ബില്യസ് റെമഡിയാണ്. ഇൻഫ്ലുവൻസ, വോമിറ്റിംഗ് ഓഫ് ബൈൽ, ബില്യസ് ഡയറിയ, എഡിമ, എഡിമാറ്റസ് എരിസെഫലസ്, vesicular eruptions filled with yellow serum, moist eczema, herpes, psychotic growths, catarrh with yellow, green or green secretion. ഇതെല്ലാം ഈ നാട്രം സെൽഫിന്റെ ഈ ഫ്ലൂവൻ്റ് ആയിട്ടുള്ള ഈ ഡെബ്രീസും ഈ ഡിസ്ട്രോഗ്രേഡ് ആയിട്ടുള്ള വാട്ടറും ഫ്ലൂവസ് വാട്ടറും ഒക്കെ റിമൂവ് ചെയ്യാതെ ഇരിക്കുന്നതുകൊണ്ടാണ്, അതിന് കഴിയാതെ നാട്രം സെൽഫിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. ഇനി നാട്രം സൾഫ് നമുക്കറിയാം ഹൈഡ്രോജീനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗ്രാവോളിന്റെ ഒരു കൺസിഡറേഷനിലെ ഒരു അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിലെ ആ ഹൈഡ്രോജീനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരുന്നത്. എന്താണ് ഫ്ലാബി, ലൂസ് ആയിട്ടുള്ള ഒരു വീക്ക്ലി ആയിട്ടുള്ള ബോഡിയാണ് നമ്മൾ ഫ്ലാബി എന്ന് പറയുന്നത്. സോഫ്റ്റ് ആൻഡ് ലൂസ് ഫ്ലഷി ആയിട്ടുള്ള ബോഡിയാണ് ഫ്ലാബി. വാട്ടറി ഹൈഡ്രോമിക് പേഴ്സൺസ് സഫറിങ് ഫ്രം ഹൈഡ്രീമിയ. ഇനി വേഴ്സ് ഇൻ ഡാമ്പ് വെതർ, ഇതൊരു അഗ്രവേഷൻ, അതൊരു മൊഡാലിറ്റിയാണ് നാട്രം സൾഫിന്റെ. നിയർ വാട്ടർ ഇൻ ക്ലോസ് ഡാമ്പ് ഡ്വെല്ലിങ്സ്. ഈ സെല്ലേഴ്സ്, നിലവറകൾ, പണ്ടുകാലത്ത് നമ്മുടെ വീടിന്റെ താഴ്ഭാഗങ്ങൾ നിലവറ എപ്പോഴും ഈർപ്പവും തണുപ്പും അറിഞ്ഞിരിക്കുന്ന ആ പ്രദേശങ്ങൾ, അങ്ങനെയുള്ളതിനാണ് ഇടങ്ങളിലാണ് നാട്രം സൾഫിന്റെ അഗ്രവേഷൻ, നാട്രം സൾഫിന്റെ നീഡ് ആവശ്യമായി വരുന്നത്. അണ്ടർ ഓപ്പോസിറ്റ് കണ്ടീഷൻസും അവിടെയും പ്രധാനമുണ്ട്. ഇപ്പോൾ ചില ഡ്രഗ്സ് അങ്ങനെയല്ല, എല്ലാ സിംറ്റംസും ഓപ്പോസിറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇതിന് പകരം നേരെ ഡ്രൈ ആയിട്ട് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഏരിയയിൽ കൊണ്ടുവരുമ്പോൾ കോസ്റ്റിക്കം, ക്ലീൻ ഫൈൻ വെതർ എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഹോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവരാൻ പറ്റില്ല കോസ്റ്റിക്കത്തിന്. അതേപോലെ നാട്രം സൾഫ് പക്ഷെ അങ്ങനെയല്ല, വളരെ ഡ്രൈ ആയിട്ടും പുറമേയും ഓപ്പണിലും പിന്നെ ഡ്രൈ ഹീറ്റായിട്ടും ഉള്ള ഏരിയാസിൽ വളരെ വെൽ ബീയിങ് ഉണ്ട്, സുഖം ഉള്ളതാണ്. ഇനി കഥാർട്ടിക്കാണ്. കഥാർട്ടിക്ക് വയറ്, ഇപ്പൊ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള വിഷലിപ്തമായ ഭാഗങ്ങളിൽ നിന്ന് അതിനെ നീക്കം ചെയ്യുന്നതിനാണ് പൊതുവെ കഥാർട്ടിക് എന്നുള്ള ആ വാർഡ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കഥാർട്ടിക് നമ്മുടെ മെഡിക്കലിൽ പൊതുവെ ഉദ്ദേശിക്കുന്നത് വയറിളക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ലാവേജ് ചെയ്യുക, ഇതാണ്. It excites the secretions of the intestine and stimulates the activity of the intestinal glands, liver and pancreas. വളരെ വേണ്ടപ്പെട്ടതാണ്. ഇപ്പൊ ഡൈജഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഇത് കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് മിക്കവാറും കോൺസ്റ്റിപ്പേഷനും ആസിഡിറ്റിയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലൈൻസിൽ ഈ ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻസും ഇൻറ്റസ്റ്റിനെയും സെൽസിനെയും എക്സൈറ്റ് ചെയ്ത് ലിവറിനെയും അതുപോലെ വലിയ ഗ്ലാൻഡായ ലിവറിനെയും അതേപോലെ തന്നെ പാൻക്രിയാസിനെയും അഫക്റ്റ് ചെയ്യാൻ ഈ നാട്രം സൾഫിന് കഴിവുണ്ട്. അതുകൊണ്ട് ലിവറിന്റെയും പാൻക്രിയാസിന്റെയും ഇൻറ്റസ്റ്റൈൻ്റെയും വളരെ നല്ല ഒരു ബന്ധുവാണ് നാട്രം സൾഫ്. ഇനി യൂറിക് ആസിഡ് ഡയറ്റീസിസ് നമുക്കറിയാം എന്താണ്. ഇൻ ജനറൽ ആൻഡ് ഈസ് സെർട്ടൻലി എ വാല്യൂബിൾ റെമഡി. യൂറിക് ആസിഡ് ഡയറ്റീസിസ് നമുക്കറിയാം. യൂറിക് ആസിഡ് ഗൗട്ടി ഡെപ്പോസിഷൻസ്, പെയിൻ, റൊമാറ്റിസം, ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറ്റീസിസിനും. ഇനി ഗ്യാസ്ട്രിക് ബിലിയസ് കണ്ടീഷൻ, അക്യുമുലേഷൻ ഓഫ് വാട്ടർ ഇൻ ഏരിയോളർ ടിഷ്യൂ, യെല്ലോ വാട്ടറി സെക്രീഷൻസ്. ഇനി ഓൺ ദ സ്കിൻ, yellow watery secretion on the skin or yellowish scales
forming an eruption of vesicle, excessive secretion of bile, liver affection, gravel, sand in urine, ഡയബറ്റീസ്, ഗൗട്ട്, പിഗ് വാട്സ്, ഇത്രയുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സിറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഡിസീസിൻ്റെ ടാർഗറ്റ്സ്. നമ്മുടെ ഈ നാട്രം സൾഫിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന റീജിയൻസ് ആണ് ഈ ക്ലിനിക്കൽ പോർഷൻസ് ആണിത്. അക്യുമുലേഷൻ ഓഫ് വാട്ടർ ഇൻ ഏരിയലർ ടിഷ്യൂ എന്ന് പറയുന്നത്, യെല്ലോ വാട്ടറി സെക്രീഷൻസ്. ഇനി ഡയർട്ടി ഗ്രീനിഷ് ഗ്രേ ഓർ ഗ്രീനിഷ് ബ്രൗൺ കോട്ടിംഗ് ഓഫ് റൂട്ട് ഓഫ് ദ ടങ്. ഗ്രീനിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് ബ്രൗൺ കോട്ടിംഗ് ഓഫ് റൂട്ട് ഓഫ് ദ ടങ് ആണ്. അഗ്രവേഷൻ ഫ്രം ലൈയിങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഇതും ഈ നാട്രം സൾഫിന്റെ ഒരു മൊഡാലിറ്റിയാണ്. Complaints brought on by living the damp basements, houses and cellars, aggravation with weather, correspond to the hydrogenoid constitution and psychotic dyscrasia, constitutional conditions in children that results in chest, catarrh and asthmatic complaints, the morbid alteration caused by end of ileum and lower portion of the colon. ഈ കോളന്റെ വൻകുടലിന്റെ ആദ്യ പാർട്ട്, അതായത് ഇലിയം, അപ്പൊ നമ്മുടെ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ, അപ്പൊ ഇലിയം, ഡിയോഡിനം, ജിജിനം, ഇലിയം. ആ ഇലിയമാണ് നിന്നു തന്നെ ഈ നാട്രം സൾഫിന്റെ ആക്ഷൻ ഉണ്ട്. മോർബിഡ് ആൾട്രേഷൻ ഈ ഇലിയത്തിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ പാർട്ട് ഓഫ് ദ കോളം. അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടറിന്റെ അബ്സോർഷൻ തുടങ്ങുന്നത് ആ ഭാഗത്തു നിന്നാണ്. അനേകം മിനറൽസും ഈ വൻകുടലിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അത് ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്, ഇലിയത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻസ് ഈ ഭാഗങ്ങൾ ഇത്തരത്തിലുള്ള കംപ്ലൈൻസിന് ഈ നാട്രം സൾഫ് കറസ്പോണ്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇത് ഈ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കാൾസ്മാർ വാട്ടർ എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മുടെ ഈ ഗ്രേവ് ഉണ്ടല്ലോ, കുട്ടികൾ കൊടുക്കുന്ന ഗ്രേവ് മിക്സ്ചർ, ഒരു വാട്ടർ ഉണ്ടല്ലോ, ജീരക ഒക്കെ ചേർത്ത്, അതുപോലത്തെ ഒരു തരം വാട്ടർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പൊ അതിപ്പോ ഇതിനകത്ത് കാര്യമില്ല. അപ്പൊ അത് നമുക്ക് അത് അന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാട്ടറാണ്. അപ്പൊ അത് ഉപയോഗിച്ചിരുന്നവർക്ക് ലിവർ പ്രോബ്ലംസ് കണ്ടമാനം വരികയും ലിവറിൽ ആക്ഷൻ ഉള്ള ഒരു റെമഡി ആയിരുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചിരുന്ന കാലത്ത് ഈ നാട്രം സൾഫിന് അതിന് നല്ല ആക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നാട്രം സൾഫ് ഒരു ഹീമോസ്റ്റാറ്റിക് ആണ്. അതായത് കാപ്പിലറി ഹെമറേജ്, ട്രോമാറ്റിക് ആയിട്ടുള്ള ഹെമറേജ്, ഇതിനൊക്കെ നാട്രം സൾഫ് ഉപയോഗിക്കുന്നു. മെനറേജിയ, പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഗ്ലാബേഴ്സ് സാൾട്ട് ഉപയോഗിച്ചിരുന്ന ടേപ്പും എക്സ്പെൽ ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നു. റെയ്ഡ് മാച്ചർ എന്ന് പറയുന്ന ഒരാൾ, ഒരു ഡോക്ടറാണ്. അദ്ദേഹം കൊറിയ വിത്ത് കോൺസ്റ്റിപ്പേഷൻ, അതിന് 6% സൊല്യൂഷൻ ഒരു ഗ്ലാസ്സിൽ ഡ്യൂറിങ് ദ ഡേ അണ്ടിൽ 3 to 4 സ്റ്റൂൾ സെറ്റ്, 3-4 സ്റ്റൂള് പോകുന്നത് വരെ ഇത് ഇങ്ങനെ 6% സൊല്യൂഷൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ കഴിക്കാനുള്ള ഒരു ഇതും പറഞ്ഞു കൊടുത്തിരുന്നു. ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. മുമ്പ് കാലത്ത് നാട്രം സൾഫ് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടാവുന്ന നമ്മുടെ അറിവിലേക്ക് വെറുതെ പറഞ്ഞതാണ്. ഇനി വാട്ടർ കപ്പാസിറ്റി, വീനസ് സിസ്റ്റത്തിലെ വാട്ടർ റെഗുലേറ്റ് ചെയ്യുന്നു. വീനസ് സിസ്റ്റത്തിലെ വാട്ടർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്തെങ്കിലും ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഓർഗൻസിന് എന്തെങ്കിലും സ്റ്റക്ക്, അതായത് അവയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും മന്ദീഭാവം വന്നു പോയിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു മാനസികമായി തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്നവർ പെട്ടെന്ന് വളരെയേറെ ഈ ഗ്രാവോളിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നത് കാണാം. ചടഞ്ഞുകൂടി ധാരാളം വെള്ളവും ബോഡിയായിട്ടുള്ള ഹൈഡ്രീനിയായും ഒക്കെ റിസൾട്ട് ചെയ്ത് ഇരിക്കുന്ന ഒരവസ്ഥ. അതായത് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ വീനസ് സിസ്റ്റം തന്നെ വീക്കായി പോയി. വീനസ് സിസ്റ്റത്തിന്റെ പൾസ്, ഹാർട്ടിന്റെ ബീറ്റ്, പൾസ് ഇതെല്ലാം സ്ട്രോങ് അല്ല, വീക്കായി പോകും. ഇത് കാരണം അത് ഫുഡ് വളരെ റെഗുലർ ആയിരിക്കില്ല, വാട്ടർ റെഗുലർ ആയിരിക്കില്ല. ഈ സാൾട്ടി ആയിട്ടുള്ള നമ്മുടെ ഈ ലവണങ്ങൾ പറഞ്ഞു വരുന്ന എല്ലാത്തിൻ്റെയും ഡിസോറിയന്റേഷൻ വരികയും അത് ഓക്കെ, ഇതാണ് എനിക്ക് ആ വേർഡാണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഡിസോറിയന്റേഷൻ. അത് ഈ സാൾട്ടിൽ വരുന്ന ഡിസോറിയന്റേഷൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിന് നാട്രം സൾഫ വളരെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഡീമ, സ്മൂത്ത് സെല്ലിംഗ് ഇൻഫിൽട്രേഷൻ, ഡ്രോപ്സി, ഇൻവേഡിങ് ദ ഏരിയുലർ ടിഷ്യൂ ഓഫ് ദ ബോഡി, യെല്ലോ വാട്ടറി സെക്രീഷൻ, ഇതെല്ലാം നാട്രം സൾഫിന്റെ പ്രത്യേകതയാണ്. സൈക്കോസിസ് ആണ് നമ്മുടെ നാട്രം സൾഫ്. ശരിക്കും സൈക്കോസിസ് ആണ്.
സൈക്കോ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഈ സൈക്കോസിസ് എന്ന് പറയുന്ന ആ കംപ്ലൈന്റ്, മെന്റൽ, ഞാൻ നേരത്തെ പറഞ്ഞ ചടഞ്ഞുകൂടിയ ആ ഒരു മെന്റൽ കംപ്ലൈന്റ് സൈക്കോസിസ് എന്ന് പറയുന്നത്, ആ കംപ്ലൈന്റിനെയും സൈക്കോസിസ് എന്നാണ് പറയുന്നത്. അതിനും ലുക്കീമിയ എന്ന കംപ്ലൈന്റിന് ഹൈഡ്രോജിനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കാണുകയാണെങ്കിൽ അതിന് പൈമീമിയ, കൂടുതലായിട്ട് പസ് ഇൻ ബ്ലഡ് ആണ്. അതിപ്പം പസ് സെൽസ് ഒക്കെ കാണും, ബ്ലഡ് സെൽസ് കൂടുതലായിരിക്കും, ബ്ലഡ് സെൽസ് വീക്ക് ആവും, ബോഡി മൊത്തമായിട്ടും ഈ അനീമിയ, ക്ലോറോസിസ് വരുന്ന കണ്ടീഷനാണ്. ഷയാറ്റിക്ക, ഇതിനെല്ലാം ടിപ്പിക്കലായിട്ടും നാട്രം സൾഫ് വളരെ നല്ല ഒരു സാൾട്ടാണ്. കംപ്ലൈൻസ് ഫ്രം ഈറ്റിംഗ് പ്ലാന്റ്സ് നിയർ വാട്ടർ, ഫിഷ് എക്സെട്ര. വാട്ടർ, കടൽ തീരത്തിനോ വെള്ളത്തിനോ ചില ഭാഗങ്ങളിലുള്ള വാട്ടർ, ചില ഭാഗത്തിൽ ഉള്ള വാട്ടർ പ്ലാന്റ്സ് കഴിച്ചതുകൊണ്ടോ മത്സ്യം ധാരാളം കഴിച്ചതുകൊണ്ടോ പിന്നെയൊക്കെ നാട്രം സൾഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ് ആണ് ഇതിന്റെ പ്രധാനം. ഡാംപ് സെല്ലേഴ്സ്, ഹൗസസ്, ബേസ്മെന്റ്സ്, നിലവറകള്, ബേസ്മെന്റ്സിന്റെ തണുത്ത പ്രദേശങ്ങളിൽ എല്ലാം ആഗ്രവേഷനാണ്. വാമിലും ഡ്രൈ വെതറിലും ഓപ്പൺ എയറിലും ഇത് അമിനറേഷനാണ്. ഇനി അപ്പോസൈനം, ഐറിസ് വേഴ്സിക്കോളർ, കമോമില്ല, ചിയോനാന്തസ്, ലൈക്കോപോഡിയം, ബ്രയോണിയ, പൊഡോഫില്ലം, ചെലിഡോണിയം, നെക്സോമിക്ക, അനീസ്റ്റെല്ലേറ്റ, നേരത്തെ പറഞ്ഞ തക്കോലം, ഖമാമെലിസ്, സിനിസിഫൂഗ, ഇത്രയും ഡ്രഗ്സിൽ നല്ല എണ്ണം ഈ നാട്രം സൾഫ് ഉണ്ട്. അപ്പൊ ഈ ഡ്രഗ്സിന്റെ ഈ കോൺസ്റ്റിറ്റ്യുവൻസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഞാൻ കഴിഞ്ഞ എൻ്റെ ടെക്സ്റ്റ് ബുക്സിലും ഞാൻ നിങ്ങളോട് ഈ ക്രിസ്റ്റൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, പ്ലാന്റ്സിൽ നിന്ന് കാണുന്ന ക്രിസ്റ്റൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പല സസ്യങ്ങളും വിഷ വസ്തുക്കളെ വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് ആ സസ്യങ്ങൾ നമ്മളിപ്പോൾ ഈ പ്രകൃതിയുടെ സന്തുലനത്തിന് നട്ടു വളർത്തുന്ന ഒരു പ്രോസസ്സ്, ഒരു പുതിയ പ്രോസസ്സ് വരാൻ പലരും അതിനെ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സസ്യങ്ങളിൽ, നമ്മുടെ ഔഷധ സസ്യങ്ങളിൽ ധാരാളമായിട്ട് ഇതൊരു നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂൻസ് ആണ്, ഇത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് എസ്റ്റിമേറ്റ് ചെയ്ത് ഇതിന്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ചിലതെല്ലാം അങ്ങനെയും പറയുന്നുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ആണ് അത്രയും വായിച്ചിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം വളരെ സത്യാവസ്ഥയാണ്. ഇപ്പൊ ചെമോമില്ലയിൽ നാട്രം സൾഫ് ഉണ്ട്, ലൈക്കോപോഡിയത്തിൽ നാട്രം സൾഫ് ഉണ്ട്, ബ്രയോണിയയിലുണ്ട്, പൊഡോഫില്ലത്തിനുണ്ട്, ചെലിഡോണിയം എല്ലാം ഒരു വിലിയസ് റെമഡിയാണ്, ലിവർ റെമഡീസ് ആണ്. പൊഡോഫില്ലം, ചെലിഡോണിയം, നെക്സോമിക്ക, ചിയോനാന്തസ് മറ്റേ സ്പ്ലീനിന്റെ ആണ്, ലൈക്കോപോഡിയം, സിനിസിഫൂഗ, ഇത്രയും വളരെ വൈഡ് ആപ്ലിക്കേഷനുള്ള സിനിസിഫൂഗ, അതിൽ നാട്രം സൾഫ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ പ്ലാന്റ്സിൽ നമ്മളിപ്പോൾ എടുക്കുന്ന ആയുർവേദത്തിന്റെ ആയിരുന്നാലും മറ്റേതെങ്കിലും സസ്യങ്ങളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളിൽ കണ്ടുവരുന്ന ക്രിസ്റ്റൽസിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇപ്പൊ അത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവയുടേതായിട്ടുള്ള മൈക്രോ എലിമെന്റ്സിൽ ധാരാളമായിട്ട് ഈ മോളിക്കുലേഴ്സ്, ബയോമോളിക്യൂൾസ് ഉണ്ട്. മറ്റേ ബയോമോളിക്യൂൾസ് നമ്മൾ വൈറ്റമിൻ ഈ ബിസ്മത്ത് അതേപോലുള്ള മെറ്റൽസ് ധാരാളമായിട്ട് അവയുടെ നാച്ചുറൽ ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. എന്നാൽ അവ വളരെ കുറച്ച് മാത്രമാണുള്ളത്. പ്രധാനമായിട്ടും അതിൽ വരുന്നത് നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഇത്രയും മാത്രമാണ്. തന്നെ അവയുടെ ഓറിയന്റേഷനിൽ വരുന്ന മോളിക്കുലർ ഫോർമുലയിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ കൂടുതലായിട്ട് ഞാനിപ്പോ നമ്മുടെ ക്ലാസ്സിലായതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് ഒരു ഇലക്ട്രോണിന്റെ വ്യത്യാസത്തിൽ ഒരു എലിമെന്റ് മറ്റൊരു എലിമെന്റായി മാറുന്നു. 16 എന്ന് പറയുന്ന ഓക്സിജൻ ആണ്, 17 ആയാൽ വേറെ എലിമെന്റ് ആയി മാറുകയാണ്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അറ്റോമിക് ന്യൂക്ലിയസിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും വ്യത്യാസം വരുന്ന അതിന്റെ വെയിറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ഇലക്ട്രോൺസിന്റെ നമ്പർ പ്രോട്ടോൺസിന്റെ നമ്പർ തുല്യമാണ്. പ്രോട്ടോൺസിന്റെ നമ്പർ എത്രയാണോ അത്രയാണ് ഇലക്ട്രോൺസിന്റെ നമ്പർ. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചാർജസ് ആണ്, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള എനർജിയുടെ സവിശേഷമായ പരിഹാരമാണ്. അതിങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഏതെങ്കിലും സ്ഥലത്ത് ഒരു പ്രത്യേക ഓർബിറ്റലിൽ കുറച്ച് മാത്രം, അവിടുന്ന് കുറച്ചുകൂടെ അടുത്ത ഓർബിറ്റലിൽ കുറച്ചുകൂടെ എനർജി ഉള്ളത് മുകളിൽ ഇവിടെ അട്രാക്ഷൻ ന്യൂക്ലിയസിലേക്ക് ഒബ്സർവ് ചെയ്യുന്നു. ഇതിൽ എന്തായിരുന്നാലും ആ ഒരു പാർട്ടിക്കിളിന്റെ ഭാഗം വെച്ചിട്ട് ഫിസിക്കലി, കെമിക്കലി, ബയോളജിക്കലി ലൈഫിൽ എന്തുമാത്രം ചേഞ്ച് ആണ് വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പോ കൂടുതലായിട്ട് ഇത്രയും വർഷവും നമ്മൾ പഠിച്ചു, ശരിയാണ്. ഈ ആറ്റത്തിന്റെ മോഡലിനെ അനേകം തവണ മറിച്ച് ഇപ്പൊ ലാസ്റ്റിൽ കൊണ്ടുവന്ന് ക്വാണ്ടത്തിന്റെ ലെവലിലെത്തിയിരിക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ട് ആ ദിവസം വേറൊന്ന് ഏതെങ്കിലും ഡിസ്കഷൻ അങ്ങനെയുള്ള ക്ലാസ്സിൽ വല്ലതും സംസാരിക്കാം. എന്തായാലും നിങ്ങളെ പ്രത്യേകമായിട്ട് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ നാട്രം സൾഫിന്റെ ഈ പറഞ്ഞ
10H2O എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയും. അതിൽ ആ മോളിക്യൂൾസ് എന്ന് പറയുന്ന വാട്ടറിൻ്റെ പോർഷൻ അതിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ അയോൺസ്, സോഡിയവും അല്ലെങ്കിൽ പൊട്ടാഷ്യം കാലിമോറിൻ്റെ ആണെങ്കിൽ പൊട്ടാഷ്യം, ആ എലിമെൻസിൻ്റെ പോസിറ്റിവിറ്റി, അതായത് അയോൺസ് പോസിറ്റീവാണ്. അതേസമയം ഇതിൻ്റെ ഈ ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത അത് കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ കോമ്പിനേഷൻസിൽ വരുമ്പോൾ അവയുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് മോളിക്കുലാറിലായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണെന്ന് നമുക്കറിയാം. ബയോകെമിസ്ട്രി പഠിച്ചാൽ കൂടുതലായിട്ട് ഇത് മനസ്സിലാവും. പക്ഷേ ഈ സാധാരണ രീതിയിലുള്ള ആറ്റം മോഡൽ വെച്ച് മാത്രം, അല്ലെങ്കിൽ ആ കണക്കിനുള്ള ഒരു സ്റ്റഡി നമ്മൾ മുന്നോട്ട് ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ അയോണിന്റെ ഭാഗത്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. സാൾട്ട്സ് അല്ല, അയോണിക രൂപത്തിലാണ് ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. അവയുടെ പ്രവൃത്തി പദവും അതുപോലെ തന്നെ. നേസന്റ് ഹൈഡ്രജൻ കാർബോണിക് ആസിഡിനെയോ അല്ലെങ്കിൽ ഫ്ലൂറിക് ആസിഡിനെയോ ഒക്കെ ഫ്ലൂറിനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് കാർബോണിക് ആസിഡോ ഫ്ലൂറിക് ആസിഡോ ഒക്കെ ആയിട്ട് ലിംബിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഫങ്ഷനാണ് പ്രധാനമായിട്ടും ഇവയുടെ എല്ലാം പ്രധാനപ്പെട്ട ആവശ്യകത. പണ്ട് കാലത്ത് നമ്മൾ വലിയ 2 ശാസ്ത്രജ്ഞന്മാരെ പഠിച്ചിരുന്നു. സയൻസിന്റെ വൃക്ഷ എന്ന് പറയുന്ന ഒരാൾ ഒരിക്കൽ പറഞ്ഞു, സെൽസിനെ പറ്റി, ടിഷ്യൂസിനെയൊക്കെ പറ്റി പഠിച്ചത് വൃക്ഷ എന്ന് പറയുന്നതാണ്. ഇതിനെ ഓർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ഈ രാത്രിയിൽ നമുക്ക് ആ പഴയ കാലങ്ങളിലെ ഓർമ്മ വെച്ച് ഇവരുടെ ഓർമ്മകളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ പോകാം. പക്ഷെ പിന്നെ ലാമാർക്ക് ഡീവറീസ് ഒക്കെ പറഞ്ഞു ഈ ഉപയോഗ നിരുപയോഗ സിദ്ധാന്തം, അതായത് ഡിസ്യൂസ് ആൻഡ് യൂസ് തിയറി, അതുകൊണ്ടാണ് ജിറാഫിനെ കഴുത്ത് നീണ്ടത് എന്ന് പറഞ്ഞു. ഡാർവിൻ അതിന് വേറെ കാര്യമാണ് പറഞ്ഞത്. പരിണാമത്തിന്റെ അല്ലെങ്കിൽ എവല്യൂഷന്റെ ഒരു പ്രധാന കാര്യം, ഈ ജീവജാലങ്ങളിൽ ഒന്നും തന്നെ ഒന്നിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു ഈ ഹാർട്ട് ഡിസീസിന് ഒന്നും തന്നെ എന്ത് പറ്റുന്നില്ല, ഈ ഫുഡ് ഒരു കാര്യമേ അല്ല. ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റഡി വായിച്ചതാണ്. ഒരു കൊളസ്ട്രോളും ഓരോ ഫുഡ് പ്രോഡക്റ്റും നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്നില്ലെന്നുള്ളത്. നാം നമ്മുടെ പ്രവർത്തി വേറെന്തോ രീതിയിലുള്ള നോർമാലിറ്റീസ്, അതാണ് ഹ്യൂമേഴ്സ് എന്ന് പറയുന്നതിന്റെ ഭാഗത്ത് കൂടുതൽ പ്രാധാന്യം വരുന്നത്. എന്നാൽ ഈ സാൾട്ടും ബയോകെമിക്സും നമ്മളെ എപ്പോഴും വളരെ സ്റ്റഡി ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് എംപിരിക്സ് എന്ന് പറയുന്ന അത് രണ്ടും ഒരു കണക്കിന് ഭാഗമാണ്. അതായത് കണ്ണുകൊണ്ട് ശരിക്കും അവർക്ക് മെറ്റീരിയലൈസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ സാൾട്ടിന്റെ ഭാഗം. അപ്പോൾ അയോണിക്കുന്നതിന്റെ ക്ലാസ് വരുമ്പോൾ 5 മിനിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വേറെ സംസാരിച്ച് വന്നത്. എന്തായാലും ഈ നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് മുമ്പ് ആരും എന്നോട് ക്ലാസ്സിൽ ചോദിച്ചിരുന്നു, നമ്മുടെ ഈ പ്ലാന്റ്സിൽ ധാരാളമായിട്ട് ആഴ്സനിക് കാണുന്നു, അതല്ലേ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് കാണുന്നു. പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അതേ പ്ലാന്റ്സിൽ തന്നെ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസും ഉണ്ട്. അത് അവയുടെ മെറ്റബോളിസത്തിന്, അവയുടെ പ്രോഡക്ട്സിന്, ബൈ പ്രോഡക്ട്സ് ആയിട്ടൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. ഒരിക്കലും ഇപ്പോൾ നാട്രം സൾഫ്, ലൈക്കോപോഡിയത്തിന് നാട്രം സൾഫ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു സ്ഥിതിക്ക് ഒരുപക്ഷെ അതിൻ്റെ മെറ്റബോളിസം അല്ലെങ്കിൽ ലൈഫിൻ്റെ സ്ഥിതിക്ക് അത് ആവശ്യമായ ഒരു എലിമെൻ്റ് ആയിരിക്കാം. ഒരുപക്ഷെ ആഴ്സനിക്ക് അതിന് ഒരു ഡിസോർഡേഡ് ആയിട്ടുള്ള ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം, ഒരു സബ്സ്റ്റൻസ് ആയിരിക്കാം. അപ്പോൾ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഇങ്ങനെ നിലനിന്ന് വീണ്ടും ആവർത്തിച്ച് അതിന് പോകുന്നതിന് ഫുഡ് പ്രധാനപ്പെട്ട ഘടകമായി വന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ഫുഡ് മാത്രം കഴിച്ച് വേറെ ആൾക്കാർ ജീവിക്കുന്നു, വേറൊരു ഫുഡ് കഴിച്ച് മറ്റൊരാൾ ജീവിക്കുന്നു. ചൈനക്കാരുടെ സ്പൈസസ് ആണോ നമ്മുടെ സ്പൈസസ്? നമ്മുടെ സ്പൈസസ് വളരെ ലോകം തരത്തിലുള്ള സ്പൈസസ് ഓരോ രാജ്യത്തും ഉണ്ട്. പ്രാകൃതികമായിട്ടും പാരമ്പര്യമായിട്ടും അനുവർത്തിച്ച് വരുന്ന മരുന്നിന്റെ വിഭാഗങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ട്. നമ്മുടെ നാട്ടിന്റെ ഭാഗത്ത് ഏത് സ്ഥലത്ത് നോക്കിയിരുന്നാലും നമുക്ക് ഈ ഇത് കാണാം. എങ്ങോട്ട് നോക്കിയിരുന്നാലും നമുക്ക് സസ്യങ്ങളെ കാണാം. അതിലെല്ലാം തന്നെ ഔഷധ ഉപയോഗം ഉണ്ട്. അനേകം സസ്യങ്ങളുണ്ടെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കാണുന്നത് എന്തും ഔഷധമാണ്. വേരിന് മുതൽ വേര് ഉപയോഗിക്കുന്നവയുണ്ട്, പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെ വേർതിരിഞ്ഞു? ഒരു കാലത്ത് ഈ ഇതിനകത്തുള്ള മൈക്രോ സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ കാണാൻ കഴിയാത്ത ഒരു കാലത്ത് ഈ പടിക്കാരം എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് കാണിച്ചു. എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കാണിച്ചിരുന്നു. എൻ്റെ ഒരിക്കൽ ഞാൻ പിക്ചർ കാണിച്ചു. അതായത് ഈ പടി, നമ്മുടെ വെയിങ് ആ പടി പൗണ്ട്, അതിൻ്റെ ആ അതേ ഷേപ്പിലാണ് പടിക്കാരത്തിന്റെ ക്രിസ്റ്റൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ കാണിച്ചിരുന്നു നിങ്ങളെ. എൻ്റെ മുൻപുള്ള ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. വീഡിയോയിൽ യൂട്യൂബിലെല്ലാം നോക്കി കാണാം.
അപ്പൊ അത് പഠിക്കാരം എന്ന പേരിട്ടപ്പോ ഈ ക്രിസ്റ്റൽസ് വേർതിരിഞ്ഞ് വലിയ രൂപത്തിൽ വേർതിരിഞ്ഞ് വരാം സാൾട്ട് ആയതുകൊണ്ട്. പക്ഷെ മൈക്രോ ആയിട്ടുള്ള ഈ എലിമെന്റ്സ് ഈ പ്ലാന്റ്സിൽ നിന്നുള്ള ജ്യൂസസിൽ ഞാൻ കണ്ടത് അന്ന് മൈക്രോസ്കോപ്പിലൂടെ അല്ലാതെ കാണാം. ഒരു പക്ഷേ കാണാം, അതിലും കാണാം. എങ്ങനെയാന്ന് വെച്ചാല് ധാരാളമായിട്ട് പെയിന്റിങ് ഈ ചുവർ ചിത്രങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി കണ്ടമാനം ഉപയോഗിച്ചിരുന്ന ഇലകളുണ്ടായിരിക്കാം. അപ്പൊ അവയെല്ലാം വേർതിരിഞ്ഞ് സൂക്ഷിച്ചു വന്നപ്പോൾ അവയിലുള്ള ചില ക്രിസ്റ്റൽസ് ഇതായിട്ട് കാണാൻ നഗരനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഐസ് യുഗങ്ങളിൽ ഐസിന്റെ പാളികളിൽ നിന്ന് ലെൻസ് രൂപപ്പെട്ട് അങ്ങനെ രൂപപ്പെട്ടവർ കണ്ടിട്ടുണ്ടാകും. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ എല്ലാം വളരെ സുവിദിതമായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ശാസ്ത്രം ഇന്ന് നമ്മൾ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നും. 15 ദിവസം കൊണ്ടുണ്ടായതല്ലല്ലോ ഈ മൊബൈലും ഈ പറഞ്ഞ ക്വാണ്ടം തിയറിയൊന്നും. എത്രയോ വർഷങ്ങളായി. അപ്പൊ ഇതെല്ലാം കൺസീൽ ചെയ്ത് അതിന്റെ തിയറി പെട്ടെന്ന് മനുഷ്യന് റിവീലായി പോയിരുന്നു. ഓപ്പണായി വരുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതാണ്. അപ്പം പ്രാക്ടിക്കലി ഒരു മൊബൈൽ ഉണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് മൊബൈലിന്റെ തിയറി ആരെങ്കിലും വായിച്ചാൽ അത് ക്വാണ്ടം എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് പോകാനേ പറ്റുള്ളൂ. ആരും തന്നെ അത് ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് പറയുന്ന ഈ സയൻസിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള വരച്ച് കുറിച്ച് കാണിക്കുന്നതെല്ലാം നമ്മുടെ ഈ പ്രാക്ടിക്കൽ ഇതിന് സഹായിക്കുന്ന രീതിയിലാണ് എന്ന് പോകുന്നതല്ലാതെ ഇപ്പോൾ നടന്നു വരുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയും ഒരു ഇൻസ്ട്രുമെന്റിന്റെയും തിയറി വരച്ച് കുറിച്ച് വെക്കുന്നത് അല്ല യഥാർത്ഥം എന്നുള്ളത് നമുക്കറിയാം. ഇത്രയും സ്പീഡിൽ ഒരു മൊബൈൽ വർക്ക് ചെയ്യുന്നത് ഇതിനനുസരിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? കാൽക്കുലേബിൾ അല്ല, മറിച്ച് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സയൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സയൻസും. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഡ്രഗ്സിന്റെയും മറ്റും കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അത് കൊണ്ടുപോകും എന്നതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഈ നിലയ്ക്ക് ലൈഫിനുമായി ബന്ധപ്പെട്ട് സ്റ്റഡി ചെയ്യുന്നതിന് സഹായിക്കണം എന്നുള്ളതാണ് പറയാം. ഹലോ ഹലോ ഡോക്ടറെ, ആ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? കൺക്ലൂഡ് ചെയ്യാം. ടൈം ഇനി എന്തായാലും വളരെ വ്യത്യസ്തമായ അറിവുകളാണ് ഡോക്ടർ ഈ വേദിയിൽ സമ്മാനിക്കുന്നത്. തീർച്ചയായും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഡോക്ടറെ ഒരു റിസർച്ച് വർക്ക് എന്ന രീതിയിൽ ഡോക്ടർ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിൽ അഭിപ്രായങ്ങൾ പറയുവാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്യുക. ഡോക്ടറോട് സംസാരിക്കാം, സംശയങ്ങൾ ചോദിക്കാം. ചന്ദ്രമോഹൻ ഡോക്ടറെ ഞാൻ ക്ഷണിക്കുകയാണ്. ഡോക്ടറുടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. നേരം സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടും അതൊന്നും ഉണ്ടായിരുന്നപ്പോ ഞാൻ കരുതി ഞാൻ വെറുതെ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നോ, ആരും ഒന്നും അല്ലല്ല, നമ്മൾ എല്ലാരും കേൾക്കുന്നുണ്ടായിരുന്നു സാർ, കേൾക്കുന്നുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ അങ്ങ് ഇതായിപ്പോയി. പിന്നീടാണ് അല്ല ഇല്ല, ഞാനതേ ഓക്കെ. ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി ഇടയ്ക്ക് ഇടപെടാതിരുന്നതാണ്. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടപെടുന്നത് ശരിയല്ലല്ലോ. ഹരിമാർ സാറുണ്ട്. ഹരിമാർ ഡോക്ടറെ ഒന്ന് ഈ പറയാവോ സാർ? ഹരിമാർ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹോമിയോപ്പതി മേഖലയിൽ തന്നെ വളരെ വ്യത്യസ്തനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഹോമിയോപ്പതി MD കഴിഞ്ഞു, ആയുർവേദം MD, MBBS കഴിഞ്ഞ് അങ്ങനെ എല്ലാ മേഖലയിലും തിളങ്ങിയ ഒരു വ്യക്തിത്വമാണ്. ഹരിമാർ ഡോക്ടർ ഉണ്ടോ സാർ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഡോക്ടർ വളരെ വ്യത്യസ്തമായ പ്രസന്റേഷനുകളാണ് ഈ വേദിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡോക്ടർ ശോഭന സംസാരിക്കാവോ?
അൺമ്യൂട്ട് ചെയ്യും. ഇങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് ആർക്കും ചോദ്യങ്ങളില്ല, അതാണ് പ്രശ്നം. ഡോക്ടർ മ്യൂട്ടാണ്, ഡോക്ടർ ആ മ്യൂട്ടാണ്. നമുക്ക് നമ്മുടെ ഈ ഓൾഡ് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ അധികം വായിക്കില്ല. പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോ കൂടുതലും ഈ പാഠങ്ങൾ നമ്മൾ വായിക്കില്ല, അതാണ് ഇപ്പൊ പ്രശ്നം. ടെക്സ്റ്റ് ബുക്സ് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കിത് ധാരാളമായിട്ട് കേൾക്കാൻ കഴിയും, വായിക്കാൻ ശരിക്കും മനസ്സിലാവും. ആർക്ക് സംസാരിക്കാമെങ്കിൽ സംസാരിക്കാം. ശോഭ ഡോക്ടർക്ക് എന്താ പറയാനുണ്ട്? ഡോക്ടർ മ്യൂട്ടാണ്. അതെ, ഡോക്ടർ എന്താ പറയുന്നുണ്ട്, മ്യൂട്ടാണ്. മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യുക. ഒന്ന് അതിന്റെ സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫോണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ റൈറ്റ് സൈഡിലൊരു അതെ, അവിടെ അങ്ങേയറ്റത്ത്. ഓക്കെ, കിട്ടുന്നില്ല. സ്പീക്കർ ഡോക്ടർ കണ്ടില്ല, ഓഡിയോ അല്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് വീട്ടിലുണ്ട്, പറയാം. പക്ഷെ ഓഡിയോ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഡോക്ടർക്ക് അത് കണ്ടില്ല, ഓഡിയോ കണ്ടില്ല. എന്തായാലും ഇന്നത്തെ ഈ സെഷൻ അതിഗംഭീരമായിരുന്നു. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ വളരെ വ്യത്യസ്തമായൊരു സെഷനാണ്. നാളെ ലോക ശാസ്ത്ര ദിനമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് നാളെ വേദിയിലുള്ളത്. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും IFBHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഈ സെഷൻ നയിച്ച അശ്വത് ഡോക്ടർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറിനും IFBHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇനിയിപ്പോ ബാക്കിയുള്ള ഒരു 2 ട്രക്ക് കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒരു സെഷൻ എടുക്കാം. ശരി ഡോക്ടർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. നമസ്കാരം.